എല്ലാവർക്കും ഈ ഫേസ്ബുക്ക് ലൈവിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഈ ലൈവിന് ഞാൻ കൊടുത്തിരിക്കുന്ന ടൈറ്റില് നിങ്ങൾ കണ്ടു കാണും. ഞാൻ സത്യത്തിലേക്ക് വരികയാണ്. സത്യത്തിന് സാക്ഷ്യം പറയാൻ വരികയാണ്. ഞാൻ സത്യവിശ്വാസത്തിലേക്ക് മടങ്ങി വരികയാണ്. അതാണ് ആ ടൈറ്റില്. നിങ്ങളത് കണ്ടു കാണും. ഞാൻ സത്യത്തിലേക്ക് വരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഫേസ്ബുക്കിലുള്ള എൻ്റെ ചില സുഹൃത്തുക്കൾ, ഞാൻ സത്യം അറിയണം, ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് ആഗ്രഹിക്കുന്ന ചില സുഹൃത്തുക്കൾ, ഒന്ന്, എനിക്ക് സത്യം അറിയത്തില്ല, ഞാൻ സത്യത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഫേസ്ബുക്കിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവർ എന്നോട് കുറേ നാളുകളായി എന്നോട് പറയുന്നു, എനിക്ക് മെസ്സേജ് അയക്കുന്നു, ഞങ്ങൾക്ക് സ്നേഹമുള്ളതുകൊണ്ട് പറയുകയാണ്, സത്യം അറിയണം, സത്യത്തിലേക്ക് മടങ്ങി വരണം, അല്ലെങ്കിൽ നിത്യമായ നരകത്തിലേക്ക് ദൈവം എന്നെ തള്ളിയിടും, യേശുക്രിസ്തുവിനെ അറിയണം, ഈ വചന സത്യങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവർ പറയുന്നതിൽ കാര്യമുണ്ട്. അവരുടെ വാക്കുകളെ ഞാൻ അഗണ്യമാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സത്യത്തിലേക്ക് മടങ്ങി വരാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സത്യാന്വേഷണത്തിലാണല്ലോ. ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടു. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് വേറൊരാൾക്ക് ശരിയാകണമെന്നില്ല. ചിലപ്പോൾ എൻ്റെ ശരി മറ്റൊരാൾക്ക് ഭോഷത്വമായിരിക്കും, മണ്ടത്തരമായിരിക്കും. എനിക്ക് തെറ്റ് എന്ന് തോന്നുന്നത് മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്കത് ശരിയായിരിക്കും. എനിക്കതൊരു മണ്ടത്തരമാണ്. പക്ഷേ മറ്റൊരാൾക്ക് ഞാൻ തെറ്റെന്ന് ചിന്തിക്കുന്നത് മറ്റൊരാളുടെ ശരിയാണ്. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് മണ്ടത്തരമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ശരിയേത് തെറ്റേത് എന്ന് കണ്ടെത്തുവാനുള്ള കഠിനമായ പഠനത്തിലും ഗവേഷണത്തിലുമാണ് ഞാൻ. ഒരുപാട് പേരെന്നെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ തിരുത്തലുകൾ വളരെ ആദരവോടെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കണ്ടുകൊണ്ട് ഫേസ്ബുക്കിൽ അവർ തരുന്ന കമൻറ്റുകൾ, എനിക്ക് അയക്കുന്ന മെസ്സേജുകൾ, ഇതിലൂടെല്ലാം എന്നെ തിരുത്തുവാനും, ഇതല്ല ശരി, താങ്കൾ ഈ ദിവസങ്ങളിൽ ഫേസ്ബുക്കിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ തെറ്റാണ്, ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തിരുത്താനായിട്ട് ശ്രമിക്കുന്നവരുടെ ആ തിരുത്തലുകളുടെ മുൻപിൽ പലപ്പോഴും ഞാൻ വൈകാരികമായി പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും അതൊരു പക്വതയില്ലാത്ത സമീപനമാണ് എന്ന് മനസ്സിലാക്കി ക്ഷമിക്കുക.
എല്ലാവരോടും ക്ഷമയോദിക്കുക. അപ്പോൾ ഇന്ന് ഈ രാത്രിയിൽ എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടും. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നത് ഇഷ്ടമാണെന്ന് പറയുന്ന അപ്പോസ്തലനെ നമുക്ക് ലേഖനങ്ങളിൽ കാണാം. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരുപാട് പേരിങ്ങനെ പറയുകയാണ്, നിങ്ങൾ സത്യം അറിഞ്ഞിട്ടില്ല, നിങ്ങൾ സത്യത്തിലേക്ക് വരണം. അവർ പറയുന്നത് ഒരിക്കലും തെറ്റല്ല. പല വീടുകളുടെയും മതിലുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, സത്യം അറിയണം, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങളുടെ ആരാധന ശരിയല്ല, നിങ്ങൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. എന്നോട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഫേസ്ബുക്കിൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, പല പേരുകളാണ് അവരെന്നെ വിളിക്കുന്നത്, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ചിലർ എന്നെ പാസ്റ്റർ എന്ന് വിളിക്കാറുണ്ട്, ചിലർ അച്ഛ എന്ന് വിളിക്കാറുണ്ട്, ചിലർ പുരോഹിതനെന്ന് സംബോധന ചെയ്യുന്നു, ചിലർ സഹോദര എന്ന് സംബോധന ചെയ്യുന്നു, ചിലർ പേര് വിളിച്ച് സംബോധന ചെയ്യുന്നു. എങ്ങനെ സംബോധന ചെയ്താലും എന്നോട് എല്ലാവരും പറയുകയാണ്, സത്യം അറിയണം. ഈ അസത്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദര, താങ്കൾ തിരിച്ച സത്യത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് മടങ്ങി വരണമെന്ന് നിരന്തരമായ ആളുകൾ എന്നോട് പറയുകയാണ്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റു പലർക്കും തെറ്റും, എനിക്ക് തെറ്റെന്ന് തോന്നുന്നത് മറ്റു പലർക്കും ശരിയുമാണ്. അപ്പം അതുകൊണ്ട് എന്താണ് ഈ സത്യമെന്ന് ഒന്ന് പഠിക്കാനുള്ള ഒരു ശ്രമം, ഒരു എളിയ ശ്രമം ഞാൻ നടത്തി. ആ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇന്നത്തെ ഈ ലൈവ്. അപ്പം ഞാൻ ഇടുന്ന പോസ്റ്റുകൾ, ഞാൻ പറയുന്ന പ്രസ്താവനകൾ, ലൈവ് അല്ലെങ്കിൽ റീൽസ്, വീഡിയോകളിലൂടെ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ടാണ് പല ആളുകളും എന്നോട് പറയുന്നത്, നിങ്ങൾ സത്യം അറിയണം. വളരെ നിശ്ചിതമായ ഭാഷയിൽ തന്നെ ചിലർ എന്നോട് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ പറയുന്നതെല്ലാം ഭോഷ്കാണ്, അതുകൊണ്ട് നിങ്ങൾ സത്യത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ട് ആ സത്യവിശ്വാസത്തെ നിങ്ങൾ വീണ്ടും പിന്തുടരണം. ലോകത്തിൽ സത്യത്തെ ഫിലോസഫിക്കലായി വളരെ ഏറ്റവും മനോഹരമായി എക്സ്പ്ലെയിൻ ചെയ്തത് തത്വചിന്തകളുടെ പിതാക്കന്മാരിൽ ഒരാളായ യേശുവിനും മുൻപ് ജീവിച്ചിരുന്ന പ്ലേറ്റോയാണ്. നമുക്കറിയാം, ഈ പ്ലേറ്റോണിക് ഫിലോസഫിയുടെ സ്വാധീനം പുതിയ നിയമ കാലഘട്ടത്തിൽ, പുതിയ നിയമ എഴുത്തുകളിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തിൽ യേശുവിൻ്റെ അമ്മ വിശുദ്ധ മറിയത്തിൻ്റെ പങ്ക് എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തെക്കുറിച്ച് ഒരു പോസ്റ്റാണ് ഞാൻ ഇട്ടത്. ആ പോസ്റ്റ് ആണ് എന്നെ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ചിന്തിപ്പിച്ചതും വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചതും. യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തിൽ മനുഷ്യവർഗത്തോട് താദാത്മ്യം പ്രാപിക്കാൻ യേശുവിന് കഴിഞ്ഞത് യേശുവിൻ്റെ അമ്മ വിശുദ്ധ മറിയത്തിലൂടെയാണ് മനുഷ്യവർഗവുമായി താദാത്മ്യം പ്രാപിക്കുവാൻ കഴിഞ്ഞത് എന്ന് ഞാൻ ഒരു പോസ്റ്റ് എഴുതിയിട്ടു. ഒരുപാട് പ്രതികരണങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ എനിക്ക് ലഭിച്ചു. ഒരുപാട് വോയിസ് മെസ്സേജുകളും
കുറച്ച് മുമ്പേ ഞാനൊരു ആൻസർ കൊടുത്തതേ ഉള്ളൂ. അതിന് ആൻസർ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സത്യ അന്വേഷിയാണ്, അന്വേഷിച്ചു കൊണ്ടിങ്ങനെ നടക്കുകയാണ്. നമ്മിൽ പലരും അങ്ങനെയാണ്. പെട്ടെന്ന് ആത്മാവെന്നോട് പറഞ്ഞു, ആത്മാവാണ്, ഈ പ്ലേറ്റോയുടെ ഫിലോസഫി ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. എന്നോട് പിണങ്ങരുത്. ചിലരിപ്പോൾ പറയും, നിങ്ങൾ ബൈബിൾ തുറന്ന് നോക്കാൻ എന്താണ്, നിങ്ങളുടെ ഈ ബൈബിൾ ഇല്ലായിരുന്നോ, ഫോണിൽ നോക്കാൻ വയ്യായിരുന്നോ? സത്യം മുഴുവനും ബൈബിളിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ബൈബിൾ എടുത്ത്, അല്ലെങ്കിൽ ഫോണിൽ ഒരു ബൈബിൾ എടുത്ത് നോക്കി പെട്ടെന്ന് തന്നെ ബൈബിളിൽ നിന്ന് എല്ലാ സത്യവും അതിൻ്റെ അകത്തുണ്ട്. വെറുതെ എന്തിനാണ് ഈ പ്ലേറ്റോയുടെയൊക്കെ പോയത്? ആത്മാവ് പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ആത്മാവ് പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പ്ലേറ്റോയുടെ ഫിലോസഫി നോക്കി. അത് നോക്കിയപ്പോൾ പ്ലേറ്റോ പറയുന്നത് സത്യമെന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അവിടുന്ന് തുടങ്ങാം. യേശു പറഞ്ഞ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു. അതുകൊണ്ട് ഇനി വചനത്തിൽ നിന്ന്, ബൈബിളിൽ നിന്ന് ഞാൻ എടുത്തില്ലെന്ന് പറയല്ല. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന് ഉള്ള 2 വാക്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ദയവ് ചെയ്ത് ബൈബിളിൽ നിന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് കമൻ്റ് ചെയ്യരുതെന്നൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. ഇതിനെല്ലാം മറുപടി കൊടുക്കാൻ പറ്റുകയില്ല. പ്ലേറ്റോ പറഞ്ഞത്, ട്രൂത്ത് ഈസ് ദി കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ എ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദി അൺചേഞ്ചിങ് എറ്റേണൽ ഫോംസ്. എറ്റേണൽ ഫോംസ് എന്ന് പറഞ്ഞാൽ എറ്റേണൽ ഐഡിയാസ്. അൺചേഞ്ചിങ് ആണ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അൺചേഞ്ചിങ് ആണ്, ഒരിക്കലും അത് മാറ്റപ്പെടാത്ത നിത്യമായ ഐഡിയാസാണ്, സത്യമാണ്. ഇറ്റേണൽ ഫോംസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ ഹയർ ഇൻറ്റലിജിബിൾ റെലം ആസ് opposed to the ever-changing world of our senses, which he considered an imperfect realm of opinion and illusion. ഇതാണ് പ്ലേറ്റോ പറഞ്ഞത്. ഈ പ്ലേറ്റോ പറഞ്ഞത് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സത്യം ഇറ്റേണലായിരിക്കണം, നിത്യമായിരിക്കണം. അപ്പോൾ സത്യം എന്ന് നമ്മൾ പറയുന്നത് നിത്യമായിരിക്കണം. അപ്പോൾ തന്നെ പ്ലേറ്റോയുടെ ഒരു വാക്ക്, ഒരു കൊട്ടേഷൻ, നോ വൺ ഈസ് മോർ ഹേറ്റഡ് ദാൻ ഹി ഹൂ സ്പീക്സ് ദ ട്രൂത്ത്. നോ വൺ ഈസ് മോർ ഹേറ്റഡ് ദാൻ ഹി ഹൂ സ്പീക്സ് ദ ട്രൂത്ത്. ഇത് പ്ലേറ്റോയുടെ ഒരു കൊട്ടേഷനാണ്. പ്ലേറ്റോയുടെ ഒരു ഡെഫിനിഷനാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അൺചേഞ്ചിങ് ആണ്. അത് സത്യമെന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. അൺചേഞ്ചിങ് ആണ്. ഇറ്റേണൽ ഫോംസ് ഓർ ഐഡിയാസ്. ഇറ്റേണൽ ഫോം അല്ലെങ്കിൽ ഐഡിയ, ഇറ്റേണലായി നിത്യമായ നിലനിൽക്കുന്ന ഒരു ഹയർ ഇൻ്റലിജിബിൾ റെലത്തിൽ നിൽക്കുന്ന ഉന്നതമായ, വളരെ മാറ്റപ്പെടാത്ത അല്ലെങ്കിൽ ഒന്നിനും തകർക്കാൻ കഴിയാത്ത ഇൻ്റലിജിബിളായ ഒരു മേഖലയിലാണ് സത്യം നിൽക്കുന്നത്. മാറ്റമില്ലാത്ത ഈ ലോകത്തിൽ ഒരുപക്ഷെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തിരിച്ചറിയാം, തിരിച്ചറിയപ്പെടാതിരിക്കാം. എന്നാൽ സത്യത്തെ തിരിച്ചറിയേണ്ടത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ്. നമ്മൾ കാണുക, കേൾക്കുക, അത് പിന്നെ നമ്മുടെ ബുദ്ധിയിലിട്ട് ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്നോട് ഈ സത്യം അറിയണമെന്ന് പറഞ്ഞ ആളുകൾ, സത്യത്തിലേക്ക് മടങ്ങി വരണമെന്ന് പറയുന്ന ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ റിക്വസ്റ്റിൻ്റെ മുൻപിൽ ഞാൻ തീരുമാനിച്ചു, ഇനിയിപ്പം മുന്നോട്ട് നോക്കുന്നില്ല, പുറകോട്ട് നോക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കുന്നില്ല. സത്യം അറിയാൻ വേണ്ടി തീരുമാനിച്ചു. സത്യത്തിലേക്ക് അങ്ങ് മടങ്ങി വരാം. കാരണം എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള അവരുടെ ആഗ്രഹം, ഞാനെങ്ങാനും ഇനി നരകത്തിൽ പോയാൽ ഭയങ്കര വിഷമം, അവരുടെ ആത്മഭാരം,
അവരുടെ നിരാശ, അവരുടെ ദുഃഖം അത് ഞാൻ മനസ്സിലാക്കും. ഭയങ്കര വിഷമമാണ് അവർക്ക്. കുറേ പേരൊക്കെ വളരെയധികം വിഷമിക്കുകയാണ്. ഒരുപാട് മെസ്സേജസ്, കമൻറ്റ് പറയുന്നു, എൻ്റെ ബ്രദറെ, എൻ്റെ സഹോദര, എൻ്റെ പാസ്റ്ററെ, എൻ്റെ അച്ചോ, ഓരോരുത്തർ ഓരോ പേരിലാണ് ആളുകളെ വിളിക്കുന്നത്. ഇങ്ങനെ വിളിക്കുകയാണ്. കാരണം എന്താ ഏതാണെന്നൊന്നും അറിയത്തില്ല. എന്തൊക്കെയോ ബൈബിളിൽ നിന്ന് പറയുന്നു. അപ്പോൾ പിന്നെ അച്ചാന്ന് വിളിക്കുന്നു, ബ്രദറെ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ എന്തുവാ എല്ലാം വിളിക്കും അവർ, കപ്പിയാരെന്നോ എന്ത് വേണം എല്ലാം വിളിച്ചിട്ട് പറയുകയാണ്, പേരും വിളിച്ചിട്ട് പറയുകയാണ്, സത്യത്തിലേക്ക് മടങ്ങി വരൂ. അച്ഛൻ എവിടേക്ക് മടങ്ങി വരണം? സത്യത്തിലേക്ക് മടങ്ങി വരണം. അപ്പോൾ ഈ പ്ലേറ്റോയുടെ ട്രൂത്തിനെ കുറിച്ചുള്ള ഇതൊന്നും വായിച്ചിട്ട് എനിക്ക് അത്ര സുഖം തോന്നിയില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഈ പ്ലേറ്റോയെ മനസ്സിലാക്കുന്നതിന് മുൻപേ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഞാൻ പറയുന്ന പല ശരികളും പിന്നീട് തെറ്റാണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന പല തെറ്റുകളും പിന്നീട് ശരിയാണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. അതാണ് നമുക്കെല്ലാം പറ്റിയ അബദ്ധം. ഒരു കാലത്ത് പല കാര്യങ്ങൾ ശരിയാണെന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോയി. പക്ഷേ കാലം, പഠനം, അന്വേഷണം, അല്ലെങ്കിൽ എൻക്വയറി, ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി, അന്വേഷണ ത്വര, അന്വേഷിക്കാനുള്ള ഒരു സ്പിരിറ്റ്, കാര്യങ്ങളെ അന്വേഷിക്കുവിൻ കണ്ടെത്തും, അത് നല്ലൊരു ഫിലോസഫിയാണ്. വന്ന് കാണുക, യേശു പറഞ്ഞു, വന്ന് കാണുക, അന്വേഷിക്കുക, കണ്ടെത്തുക, മുട്ടുവിൻ തുറക്കപ്പെടും. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇത് ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പേര് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ഇന്ന് ഓർത്തത്, അവരുടെ പേരൂടെ പറഞ്ഞിട്ട്, അവർക്കൊരു നന്ദിയോടെ പറഞ്ഞിട്ട്, എന്നെ രക്ഷിക്കാൻ, നിത്യനാശത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ, ചില ദൈവത്തിൻ്റെ ദാസന്മാരുടെ പേരുകൾ പറയണമെന്ന് ചിന്തിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, വേണ്ട, അവരുടെ പേര് പറഞ്ഞ് അവർക്ക് സ്വർഗത്തിലുള്ള പ്രതിഫലം വെറുതെ നഷ്ടമാക്കി കളയണ്ട എന്ന് ചിന്തിച്ച് എന്നെ തിരുത്താനായിട്ട് വന്ന പ്രിയപ്പെട്ടവരുടെ പേര് ഞാൻ പറയുന്നില്ല. കാരണം അവർക്ക് പ്രതിഫലം സ്വർഗത്തിൽ കിട്ടിക്കോട്ടെ. വെറുതെ നമ്മൾ ഈ ഭൂമിയിൽ അവർക്ക്, യേശു പറഞ്ഞില്ലേ, അവർക്ക് പ്രതിഫലം ഭൂമിയിൽ തന്നെ കിട്ടിപ്പോയി, ഇനിയിപ്പോൾ സ്വർഗത്തിലൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഞാനായിട്ടത് കളയുന്നില്ല. നല്ല വല്ലോ ക്രൗൺ അവർക്ക് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ശരി തെറ്റ്. അപ്പോൾ പിന്നീടാണ് ഞാൻ ഈ പ്ലേറ്റോയെ വിട്ടിട്ട് കുറച്ചുകൂടെ, അത് ഇച്ചിരി പാടാണ്. അപ്പോൾ ഞാൻ ഓർത്തു, എന്നാലും അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിലും കുറച്ചുകൂടെ വിശദമായി സത്യത്തെക്കുറിച്ച് പഠിക്കാനായിട്ടൊന്ന് ശ്രമിച്ചത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ സത്യത്തെ തന്നെ വിവിധ തരത്തിൽ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് ഫിലോസഫേഴ്സ്, കാരണം ഈ സത്യമെന്ന് പറയുന്നത് ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടാണല്ലോ. ഫിലോസഫി, നമ്മൾ തിയോളജിയും ഫിലോസഫിയും, ബൈബിളും ഫിലോസഫിയും, നമുക്കറിയാം എക്ലീഷ്യാസ്റ്റസ്, നമ്മുടെ സഭാപ്രസംഗിയുടെ പുസ്തകം, അതിൻ്റെ അകത്ത് ഒരുപാട് ഫിലോസഫിയുണ്ട്. ജീവിതഗന്ധിയായ, ജീവിതവുമായി ബന്ധപ്പെട്ട, ജീവിതത്തെക്കുറിച്ചുള്ള തത്വശാസ്ത്രങ്ങൾ, തത്വചിന്തകളുണ്ട്. ഫിലോസോഫിയ നമുക്കറിയാം. ഫിലോ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, സോഫിയ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. അപ്പം ജ്ഞാനം സമ്പാദിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത്, ജ്ഞാനം അധികം സമ്പാദിക്കരുത്, അധികം പഠിക്കരുത്, അധികം പഠിക്കുന്നവർ അവർ മൂക്കുകുത്തി വീഴും, അധികം ഒന്നും പഠിക്കുകയോ വായിക്കുകയോ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അതും ഞാനിങ്ങനെ മനസ്സിലിട്ട്, ദൈവമേ, അദ്ദേഹവും പറഞ്ഞത് ഇനിയും അധികം പഠിക്കരുത്, അധികം ഒന്നും വായിക്കരുത്, വെറുതെ ഇങ്ങനെ നമ്മൾ ഉള്ള അറിവൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്നാണ് പലരും പറയുന്നത്. അപ്പം ഇവരെല്ലാം ഞാൻ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആണ് ഈ സത്യാന്വേഷണം, ത്രിയേക ദൈവത്തിനെല്ലാം സ്തുതിയും കരയറ്റി ഞാൻ പറഞ്ഞു, ഇത് സത്യാന്വേഷണത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുക. അങ്ങനെ തന്നെയാണ് ഞാൻ ഇന്നും ദൈവത്തെ സ്തുതിക്കുന്നത്. അപ്പോൾ ട്രൂത്തിനെ വിവിധ തരത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ട്രൂത്താണ്. ഒബ്ജക്റ്റീവ് ട്രൂത്ത് നമുക്ക് ഫിലോസഫി പഠിക്കുമ്പോൾ നമുക്കറിയാം സത്യം. ഇപ്പം യേശു പറഞ്ഞില്ലേ, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും.
അപ്പം ഞാൻ സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ കുത്തിയിരുന്ന് ചിന്തിച്ച് പഠിച്ചിട്ടാണ് ഇത് പറയുന്നത്. ഒബ്ജക്റ്റീവ് ട്രൂത്ത്. എന്തുവാണ് ഈ ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറയുന്നത്? ഞാനൊന്ന് വായിക്കാം. നമുക്കെല്ലാം ഈ വായിക്കുമ്പം ഇത് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. എ ട്രൂത്ത് ദാറ്റ് ക്യാൻ ബി പ്രൂവ്ഡ്, തെളിയിക്കാൻ കഴിയുന്ന, ഓർ വേരിഫൈഡ്. നമുക്കറിയാം, വേരിഫൈ ചെയ്ത് അത് എന്താണെന്ന് സ്കാൻ ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുന്ന സത്യം. അപ്പം എ ട്രൂത്ത് ക്യാൻ ബി പ്രൂവ്ഡ് ഓർ വേരിഫൈഡ് ഇൻ ദ ഫിസിക്കൽ വേൾഡ്. ഇവിടെ വെച്ച് തന്നെ നമ്മുടെ സെൻസസ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഡിപെൻഡൻ്റ് ഓഫ് പേഴ്സണൽ ഫീലിങ്സ് ഓർ ബിലീഫ്സ്. ഫോർ ഇൻസ്റ്റൻസ്, ദ എക്സാമ്പിളാണ് പറയുന്നത്, the earth revolves around the sun is an objective truth. The earth revolves around the sun is an objective truth. That is an example for objective truth. Objective truth innulla example aanu the earth revolves around the sun. Around the sun, സൂര്യന് ചുറ്റും, അറൗണ്ട് ദ സൺ, സൂര്യന് ചുറ്റും ഭൂമി കറങ്ങും. അപ്പം ഒബ്ജക്റ്റീവ് ട്രൂത്ത് ഉണ്ട്. അപ്പം ഈ സത്യത്തെക്കുറിച്ച് അധികം ചിന്തിക്കാതിരുന്നാൽ കുഴപ്പമില്ല. പക്ഷെ ഇപ്പം ഞാൻ സത്യത്തിലേക്ക് വരണം, ഞാൻ സത്യത്തിലേക്ക് വന്നേ പറ്റൂ, അല്ലെങ്കിൽ നരകത്തിൽ പോകും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞാൻ ഇത് പഠിക്കാനായിട്ട് ശ്രമിച്ചു, നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതേ ഉള്ളൂ. അപ്പം പ്രൂവ് ചെയ്യാൻ പറ്റുന്ന, ഈ ഫിസിക്കൽ വേൾഡിൽ വെച്ച് വേരിഫൈ ചെയ്യാൻ പറ്റുന്ന പേഴ്സണൽ ഫീലിങ്സ്, അതുപോലെ നമ്മുടെ ബിലീഫ് സിസ്റ്റം, നമ്മൾ വിശ്വസിച്ച് പിന്തുടർന്ന് പോരുന്ന ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ വിശ്വാസങ്ങളോ, നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഫീലിങ്സ്. അതായത് ഇപ്പം എനിക്കൊരു പേഴ്സണൽ ഫീലിംഗ് ഉണ്ടായി, അതുകൊണ്ട് അത് സത്യമാണെന്ന് ഞാൻ പറയുകയും, ഞാൻ പറഞ്ഞാൽ മാത്രം പോരല്ലോ, അത് പുറത്തേക്ക് ആളുകളിലേക്ക് എത്തിക്കുകയാണ്. കാരണം ഇത് എനിക്ക് വെളിപ്പെട്ട സത്യത്തെ ഞാൻ മറ്റുള്ളവരോട് പറയണമല്ലോ. അപ്പോഴാണ് അതിനൊരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ, ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ എന്നും കുറേ അറിഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ കണ്ടോ, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒന്ന് പറയുക. അപ്പോൾ സത്യം അറിഞ്ഞാൽ അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം എന്നുള്ള ഒരു യൂണിവേഴ്സലായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു ആഗ്രഹം. അപ്പം ഇൻഡിപെൻഡൻ്റ് ഓഫ് പേഴ്സണൽ ഫീലിങ്സ് ഓർ ബിലീഫ്സ്, നമ്മുടെ പേഴ്സണലായിട്ട് കുറേ ഫീലിങ്സ്, നമുക്കുണ്ടാകുന്ന ഇമോഷൻസ്, ഫീലിങ്സ്, നമ്മുടെ തോട്ട്സ്, ഇതെല്ലാം കൂടെ സത്യമാണ് എന്ന് എല്ലാവരോടും പോയി അങ്ങ് പറയുക. അപ്പം ഇങ്ങനെ പറയുമ്പോൾ കുറേ ആൾക്കാർ ഇത് വിശ്വസിക്കും. കുറേ ആൾക്കാർ ഈ പേഴ്സണലായിട്ട് നമുക്കുണ്ടായ ഫീലിങ്സും ഈ ബിലീവ്സും എല്ലാം ശരിയാണെന്ന് വിശ്വസിച്ചിട്ട് അവരുടെ കൂടെ കുറേ ആൾക്കാർ കൂടും. ഇപ്പം എന്നോട് പലരും പറഞ്ഞു, ഇന്നടത്ത് വലിയ സംഭവങ്ങൾ നടക്കുന്നു, ഇന്നടത്ത് വലിയ സംഭവം നടക്കുന്നു, അവിടെ എല്ലാം വലിയ ആളുകൾ, ഒരുപാട് ആളുകൾ ക്രിസ്തുവിലേക്ക് വരുന്നു, കർത്താവിലേക്ക് വരുന്നു, വലിയ വലിയ ചർച്ചസ് ഉണ്ടാകുന്നു, അവിടെ അങ്ങനെ ഉണ്ടാകുന്നു, ഇവിടെ റിവൈവൽ ഉണ്ടാകുന്നു, അവിടെ റിവൈവൽ ഉണ്ടാകുന്നു. റിവൈവലാ മൊത്തത്തിൽ. അത് ചില വ്യക്തികൾ പങ്കുവെക്കുന്ന ഈ പറയുന്ന പേഴ്സണലായിട്ടുള്ള ഫീലിങ്സിനെയും ബിലീവ്സിനെയും ഏറ്റെടുക്കാൻ തയ്യാറായി ഒരു കൂട്ടം ആളുകൾ അവരുടെ കൂടെ കൂടി അവിടെ എന്തോ ഒരു വലിയ കൂട്ടം ഉണ്ടാകുന്നു എന്നേ എനിക്ക് പറയാൻ പറ്റൂ. കൂട്ടം ഉണ്ടാകുന്നു. ആ കൂട്ടം, അതിനെ ഇവർ പല ആളുകൾ സഭയെന്ന് വിളിക്കുന്നു. എനിക്കറിയത്തില്ല, കൂട്ടം ഉണ്ടാകും, അത്രേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഒന്ന് ഒബ്ജക്റ്റീവ് ട്രൂത്ത്, രണ്ട് സബ്ജക്റ്റീവ് ട്രൂത്ത്. എന്താണ് സബ്ജക്റ്റീവ് ട്രൂത്ത്? എ ട്രൂത്ത് ദാറ്റ് ഈസ് പേഴ്സണൽ ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ആൻ ഇൻഡിവിജ്വൽസ് യുണീക്ക് എക്സ്പീരിയൻസസ്, ഫീലിങ്സ് ഓർ പെർസ്പെക്റ്റീവ്സ്. അത് ഒരു വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ദി എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ
ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ടു എക്സ്പ്ലെയിൻ ഒബ്ജക്റ്റീവ് ട്രൂത്ത്. എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. സൂര്യന് ചുറ്റും, അങ്ങനല്ലേ? സൂര്യന് ചുറ്റും. എന്തെങ്കിലും തെറ്റ് വരുവാണെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യാം, ഇതിനകത്ത് തന്നെ മെസ്സേജ് ചെയ്യാം. സബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. സബ്ജക്റ്റ്, ഒരു കാര്യത്തെ, ഒരു വ്യക്തിയെ, ഒരു സബ്ജക്റ്റിനെ, ഒരു വിഷയത്തെ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ, ആ വ്യക്തിയുടെ ഫീലിങ്സ്, എക്സ്പീരിയൻസ്, പെർസ്പെക്റ്റീവ്സ്, വ്യൂസ്, റീഡിങ്സ്, അതിനെ അനുസരിച്ചുള്ള ആ പെർസ്പെക്റ്റീവ്സ്, ആ വ്യക്തിയുടെ പെർസ്പെക്റ്റീവ്സിനെ അനുസരിച്ചുള്ളതാണ് ആ ഫീലിങ്സ്, എക്സ്പീരിയൻസ്. നിങ്ങൾ ഇത് എല്ലാം റിലീജിയനുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇന്ന ആള് ആ ആള് ഇങ്ങനെ പറഞ്ഞു, ആ ആൾക്ക് ഇന്ന അനുഭവം ഉണ്ടായി, ആ ആള് രാത്രി കിടന്നപ്പം ഒരു സ്വപ്നം കണ്ടു, ഒരു ദർശനം കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ ആ ആളുടെ കൂടെ അങ്ങ് പോവുകയാണ്. അപ്പം ആ ആളിലാണ് വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ റിയാലിറ്റി അറിയാനുള്ള ശ്രമമല്ല, ആ വ്യക്തിയിൽ ആകർഷിക്കപ്പെട്ടു പോവാണ്. ആ വ്യക്തി പറഞ്ഞത് ശരിയാണ്, ആ വ്യക്തിയുടെ പ്രഭാവം മൂലം ആ വ്യക്തി പറഞ്ഞത് ശരിയാണ്. എക്സാമ്പിൾ, ഐ എൻജോയ് ദ ടേസ്റ്റ് ഓഫ് ദിസ് ഫ്രൂട്ട് ഈസ് എ സബ്ജക്റ്റീവ് ട്രൂത്ത്. ഞാൻ ഈ ഫ്രൂട്ട് കഴിച്ചപ്പോൾ, ഈ മാങ്ങ കഴിച്ചപ്പോൾ, അല്ലെങ്കിൽ ഈ ഓറഞ്ച് കഴിച്ചപ്പോൾ, ആപ്പിൾ കഴിച്ചപ്പോൾ ഇത് നല്ല ടേസ്റ്റായിട്ട് തോന്നി. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ, ഈ പുതിയൊരു ഡിഷ് ഞാനൊന്ന് പരീക്ഷിച്ച് ടേസ്റ്റ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ഡ്രിങ്ക്, ഈ ജ്യൂസ് ഞാൻ കുടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി, എനിക്ക് ഭയങ്കര ടേസ്റ്റാണ്, അതുകൊണ്ട് നിങ്ങളും എന്ത് ചെയ്യണം, ഇത് കുടിക്കണം, നിങ്ങളിത് കുടിക്കണം. ഓക്കെ, ശരി, കുടിക്കാം. അപ്പം ആ ഡ്രിങ്ക് എനിക്ക് തന്നു എന്ന് വിചാരിക്കുക. ഞാനത് കുടിക്കുന്നു, ഞാനത് കുടിച്ചിട്ട് പറയുന്നു, ഇത് എനിക്കത്ര ടേസ്റ്റായിട്ട് തോന്നിയില്ല, എനിക്കത്ര പോരാ, ഈ ടേസ്റ്റ് എനിക്കത്ര പിടിച്ചില്ല, അത്ര വലിയ ടേസ്റ്റൊന്നും അല്ലല്ലോ എന്ന് പറയാം. പക്ഷേ എൻ്റെ ഫ്രണ്ടിന് ഇത് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. സബ്ജക്റ്റീവ് ട്രൂത്താണ്. ഓക്കെ, അടുത്തത് നോമറ്റീവ് ട്രൂത്താണ്. നമ്മളിതിനെ ഫിലോസഫിക്കലിയാണ് ചിന്തിക്കുന്നത്. നോമറ്റീവ് ട്രൂത്ത്, എ ട്രൂത്ത് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ വാട്ട് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് ആളുകൾ, സൊസൈറ്റി ഓർ കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റിയിൽ അകത്തൊരു ഗ്രൂപ്പ് കാണുമല്ലോ, ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഓർ കമ്മ്യൂണിറ്റി അഗ്രീസ് ടു ബി ട്രൂ. ഒരു കമ്മ്യൂണിറ്റി അങ്ങ് പറയുകയാണ് ഇതാണ് സത്യം. കാരണം ആ ഒരു ഗ്രൂപ്പിന്, ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന്, ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ആ സമൂഹത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് സമൂഹത്തിൽ ഇച്ചിരി സുപ്പീരിയോറിറ്റി ഉണ്ട്, വിദ്യാഭ്യാസപരമായോ സാമ്പത്തികപരമായോ പാരമ്പര്യമായോ രാഷ്ട്രീയപരമായോ ബൗദ്ധിക തലത്തിലോ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, കുടുംബ ഇമ്മാഹിമ, അങ്ങനെയൊക്കെ പറയും. അപ്പം ആ ഒരു ഗ്രൂപ്പ് പറയുവാണ് ഇതാണ് സത്യം, ഇതാണ് സത്യം. ഓഫൺ റിഫ്ലക്റ്റിംഗ് സോഷ്യൽ കൺവെൻഷൻസ് ഓർ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഇറ്റ് ഈസ് പൊളൈറ്റ് ടു സേ പ്ലീസ് ആൻഡ് താങ്ക് യു ഈസ് എ നോമറ്റീവ് ട്രൂത്ത്. അപ്പോൾ ഈ നോമറ്റീവ് ട്രൂത്തിന് അവർ എക്സാമ്പിൾ പറയുന്നത് ഒന്നുകിൽ വളരെ ഭവ്യതയോടെ, നമ്മൾ ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ അവർ പ്ലീസ് ചേർക്കും, അങ്ങനെ ചേർക്കണമെന്നാണ് ഒരു സാമാന്യ മര്യാദ, അല്ലെ താങ്ക് യു പറയും. അതിനാണ് ഈ നോമറ്റീവ് ട്രൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ട്രൂത്ത് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ വാട്ട് എ ഗ്രൂപ്പ്, സൊസൈറ്റി ഓർ കമ്മ്യൂണിറ്റി അഗ്രീസ് ടു ബി ട്രൂ, ഓഫൺ റിഫ്ലക്റ്റിംഗ് സോഷ്യൽ കൺവെൻഷൻസ് ഓർ എത്തിക്കൽ. അപ്പം ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ നോംസ് ഒക്കെ നന്നായിട്ട് ഫോളോ ചെയ്ത് പോകുന്നതായിട്ടുള്ള ഒരു സമൂഹം, ആ സമൂഹം പറയുന്ന കാര്യങ്ങൾ നമ്മളങ്ങ് അന്ധമായിട്ട് ആ സമൂഹത്തെ അങ്ങ് വിശ്വസിക്കുകയാണ്. അയ്യോ, അവർ പറയുന്നതൊക്കെ ശരിയാണ്, സത്യമാണ്. കാരണം അവർ പറഞ്ഞാൽ അത് സത്യമായിരിക്കും, ഇന്ന ആൾ പറഞ്ഞാൽ അത് സത്യമായിരിക്കും. അപ്പം അതും ഒരുപക്ഷെ ശരിയാകാം. ഇതിൻ്റെ അകത്തൊന്നും ശരിയും തെറ്റും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ശരി ഏത് തെറ്റേത്, ഇതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം. നമുക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ, ഏതാണ് ശരി തെറ്റെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഗ്ലോബലൈസേഷൻ്റെ കാലമാണ്. അപ്പോൾ ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റുന്നില്ല. നമുക്ക് ഒരു പ്രൊഡക്റ്റ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല.
അത്രമാത്രം ലോകം ഓപ്പൺ മാർക്കറ്റാണ്. ലോകം മുഴുവനും നമ്മുടെ മുൻപിൽ തുറന്നിരിക്കുകയാണ്. നമ്മുടെ ഫോണിൻ്റെ അകത്ത് വിവിധ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ലോകത്തിൽ എവിടെ നിന്ന്, അമേരിക്കയിൽ നിന്ന് വേണമെങ്കിലും, ഇംഗ്ലണ്ടിൽ നിന്ന് വേണമെങ്കിലും, ഇനി ആഫ്രിക്കയിൽ നിന്ന് വേണമെങ്കിലും ഒരു പ്രൊഡക്റ്റോ എന്ത് സാധനം വേണമെങ്കിലും നമ്മൾ വാങ്ങിക്കാൻ പറ്റും. അപ്പം ഏത് തിരഞ്ഞെടുക്കണമെന്ന് നമുക്കറിയത്തില്ല, ആകെപ്പാടെ കൺഫ്യൂഷനാണ്. അപ്പം ഈ ഗ്ലോബലൈസേഷൻ്റെ ഒരു എഫക്റ്റൂടാണിത്. കാരണം ഇന്ന് ആളുകൾ ഫേസ്ബുക്ക്, മറ്റ് യൂട്യൂബ്, ഇതെല്ലാം ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു വെച്ചിട്ട് ഒരുപാട് പേരുടെ ടോക്ക് കേൾക്കുവാണ്, പ്രസംഗങ്ങൾ കേൾക്കുന്നു. ഇവർ പറയുകയാണ്, ഇത് സത്യമാണ്. കാരണം അപ്പം അല്പം കഴിയുമ്പോൾ അയ്യോ അതല്ല സത്യം, ഇതാണ് സത്യം. ഇവർ ആകെപ്പാടെ കൺഫ്യൂസ്ഡാണ്. അതിൻ്റെ കാരണം അതിൻ്റെ കാരണം നമ്മൾ പിന്നീട് പറയേണ്ടതാണ്. അൾട്ടിമേറ്റ് ട്രൂത്ത് അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ട്രൂത്ത്, അല്ലെങ്കിൽ ആ ഒരു പരമമായ സത്യത്തെ തിരിച്ചറിയാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ലെന്നുള്ളതാണ് പ്രശ്നം. ഇനി അടുത്താണ് കോംപ്ലക്സ് ട്രൂത്ത് എന്ന് പറയുന്നത്. ഈ കോംപ്ലക്സ് ട്രൂത്ത് എന്ന് പറയുന്നത് എ ഫ്രെയിംവർക്ക് ദാറ്റ് റെക്കഗ്നൈസസ് ദി വാലിഡിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്, സബ്ജക്റ്റീവ് ആൻഡ് നോർമറ്റീവ് ട്രൂത്ത്സ് ആൻഡ് emphasizes choosing the most useful or appropriate truth for a given situation. ഇത് കോംപ്ലക്സ് ആണ്, കൺഫ്യൂസ്ഡ് ആണ്. കാരണം അതിൻ്റെ വാലിഡിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നു. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പം നമുക്കറിയാം ബൈബിളിൻ്റെ വാലിഡിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്, അതിൻ്റെ അതോറിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നു. അതിൻ്റെ വാലിഡിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കസ്റ്റം, ഒരു സെറിമണിയുടെ ഒരു കസ്റ്റം, ഒരു ആചാരം, അനുഷ്ഠാനം, ഒരു റിച്വലിൻ്റെ, ബൈബിളിലെ ഒരു പുസ്തകത്തിൻ്റെ, അല്ലെങ്കിൽ എന്തിൻ്റെയോ, നമ്മൾ ബൈബിളുമായിട്ട് ബന്ധപ്പെടുത്തിയാണല്ലോ സംസാരിക്കുന്നത്. കോംപ്ലക്സ് ട്രൂത്ത് ആകെ കിടന്ന് കുഴഞ്ഞ് മറിയുന്ന ഒരവസ്ഥ. ഇന്ന് ശരിയെന്ന് തോന്നും, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തെറ്റെന്ന് തോന്നും, പിറ്റേ ദിവസം ശരി. മൊത്തത്തിൽ ഓരോ ദിവസവും മാറി മറിഞ്ഞ് ഈ മനസ്സിൻ്റെ അകത്ത് കൺഫ്യൂഷൻ ഉണ്ടാകുക. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മേഖലയാണ് റിലീജിയൻ്റെ മേഖല, മതത്തിൻ്റെ മേഖല എന്ന് പറയുന്നത്. കാരണം എസ്പെഷ്യലി നമ്മുടെ ഇടയിൽ ബൈബിൾ എടുക്കുന്നു. ബൈബിൾ എടുത്തിട്ട് നമുക്കറിയാം ഇത് വളരെ പുരാതനമായൊരു പുസ്തകം. ബൈബിൾ എടുത്തിട്ട് ഇപ്പം എന്നോട് തന്നെ പല ആൾക്കാരും ബൈബിളിലെ വാക്യങ്ങൾ ഇഷ്ടം പോലാണ് എനിക്കിട്ട് തരുന്നത്. എന്നോട് പറയുന്നത് ഇത് വായിക്കണം, നിങ്ങൾ ഇതുവരെ ഇത് വായിച്ചിട്ടില്ല. അപ്പം ചില ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്ത് നോക്കാറുണ്ട്. ഞാൻ കൂടുതൽ നോക്കുന്ന ഈ പഴയ നിയമ ഭാഗങ്ങളാണ്. കാരണം നമ്മൾ ബൈബിള്, പഴയ നിയമം ഒക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷെ കൂടുതൽ നമ്മൾ ഞാൻ വായിക്കുന്ന വ്യക്തിപരമായിട്ട് പുതിയ നിയമമാണ്. അപ്പം ഈ പഴയ നിയമം ഇപ്പം എടുക്കുന്നത് ചില പ്രത്യേകമായ ആവശ്യങ്ങളിൽ ഒക്കെയാണ്, ചില കാര്യങ്ങൾ പഠിക്കാനൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാലത്ത് ഒരുപാട് തവണ ഈ പഴയ നിയമം, ഒരുപാട് തവണ എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യമായിട്ട്, എത്രയാണെന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും അധികമൊന്നുമില്ല, കുറച്ച് വളരെ ചെറിയ ഒരു ഇതിൽ മാത്രമേ വായിച്ചിട്ടുള്ളൂ. അപ്പം എന്നോട് ഒരുപാട് വാക്യങ്ങൾ ഇട്ടിട്ട് ആൾക്കാർ ഇത് പറയുമ്പോൾ ഞാൻ ആകെപ്പാടെ കൺഫ്യൂസ്ഡായി. അപ്പോൾ ഇവർ പറയുകയാണ് ഇത് സത്യമാണ്, സത്യം അറിയണം, സത്യം അറിയണം. അപ്പോൾ ഈ കോംപ്ലക്സ് ട്രൂത്താണ്, അതായത് ഏതാണ് ഇതിൻ്റെ വാലിഡിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുക. അതായത് ഒബ്ജക്റ്റീവ് ട്രൂത്തിനെയും സബ്ജക്റ്റീവ് ട്രൂത്തിനെയും നോർമറ്റീവ് ട്രൂത്ത്, ഇത് എല്ലാം കൂടെ, അതായത് ഇവിടെ പറയുന്ന ആൻഡ് എംഫസൈസസ് ചൂസിങ് ദ മോസ്റ്റ് യൂസ്ഫുൾ ഓർ അപ്രോപ്രിയേറ്റ് ട്രൂത്ത് ഫോർ എ ഗിവൺ സിറ്റുവേഷൻ. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യേണ്ട ട്രൂത്തിനെ, അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ട്രൂത്തിനെ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റാത്ത ഒരു വല്ലാത്ത അവസ്ഥ. അപ്പം ഇത്രയുമാണ് ഈ ട്രൂത്തിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം ട്രൂത്തിനെക്കുറിച്ച് ഒരുപാട് ഫിലോസഫി ഉണ്ട്, അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഇതാണ് നമുക്ക് ആവശ്യമുള്ള എടുത്താൽ മതിയല്ലോ. അപ്പം ഇത് ഫിലോസഫിക്കലിയാണ് ട്രൂത്തിനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. ഫിലോസഫിക്കലിയും ഉണ്ട്, അല്ലാതെയും പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ കൂടുതൽ ബൈബിളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഫിലോസഫിക്കലായിട്ടാണ് ബൈബിളിലെ പല ഭാഗത്തെയും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഈ ബൈബിള് വ്യാഖ്യാനിക്കാൻ നമുക്കറിയാവുന്ന പോലെ, നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ, നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ അത് യുക്തിഭദ്രമായിരിക്കണം. നമ്മുടെ ബൈബിളിൻ്റെ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ അതൊരു ഇൻ്റലിജൻ്റ് വേയിലായിരിക്കണം, റാഷണലായി, യുക്തിഭദ്രമായി. നമ്മൾ യുക്തിഭദ്രമെന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പം നിരീശ്വരവാദികൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു, അവരാഗ്രഹിക്കുന്ന ഒരു ഉത്തരമുണ്ട്, അതിപ്പം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം അവിടെ യുക്തിഭദ്രം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് തിയോളജിക്കലി
നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന, സിസ്റ്റമാറ്റിക്കായി അവതരിപ്പിക്കാൻ കഴിയുന്നതാണ് നമ്മൾ യുക്തിഭദ്രമെന്ന് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫിലോസഫിക്കലായിരിക്കും. അതുകൊണ്ടാണ് ഈ കാത്തലിക് ചർച്ചിൽ ഒരു കത്തോലിക്ക സഭയിൽ ഒരു പുരോഹിതൻ ആകണമെങ്കിൽ അവരിനിയും BA പഠിച്ചാലും MA പഠിച്ചാലും BSc പഠിച്ചാലും MSc പഠിച്ചാലും എന്ത് വേണേലും പഠിക്കാം. പക്ഷേ ഇത് എന്തൊക്കെ പഠിച്ചാലും അവർക്ക് ഒരു ഫിലോസഫിയുടെ 3 വർഷത്തെ ഡിഗ്രി, ബാച്ചിലർ ഓഫ് ഫിലോസഫി BPH എന്ന് പറയുന്ന ഒരു ഡിഗ്രി, 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞിട്ട് മാത്രമേ തിയോളജിയിലേക്ക് അവർക്ക് പോകാൻ പറ്റൂ, BTHയിലേക്ക് പോകാൻ പറ്റൂ. അപ്പം BPH കഴിഞ്ഞ് ബാച്ചിലർ ഓഫ് തിയോളജി, BTH കഴിഞ്ഞ് അല്ലെങ്കിൽ MTH ചെയ്യേണ്ടിയവർക്ക് MTH ചെയ്യാം. അപ്പം BTH ആണ് അവരുടെ ഒരു നോർമലായിട്ടുള്ള തിയോളജിക്കൽ ഡിഗ്രി. പക്ഷേ ഈ ഫിലോസഫി പഠിക്കണം. അപ്പം ഫിലോസഫി കൂടുതൽ പഠിക്കുന്നത് ബൈബിളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അരിസ്റ്റോട്ടിലിൻ്റെയും പ്ലേറ്റോയുടെയും സോക്രട്ടീസിൻ്റെയും അങ്ങനെ തുടങ്ങി വെസ്റ്റേൺ ഫിലോസഫിയും ഈസ്റ്റേൺ ഫിലോസഫിയും ഈവൻ ഇന്ത്യൻ ഫിലോസഫി എല്ലാം പഠിക്കും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൂത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഈ സത്യത്തെ കൃത്യമായി മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ബൈബിളിൻ്റെ ആ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ആ ലിറ്റററി വർക്കിനെ കൃത്യമായി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, ഫിലോസഫിക്കലായി പറഞ്ഞിട്ടുള്ള ഈ ലിറ്റററി ആയിട്ടുള്ള ഭാഗങ്ങളെ, സാഹിത്യ ഭാഗങ്ങളെ, ഭാഷാഭാഗങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പഠിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു എന്നെ ഒരുപാട് പേര് സത്യത്തിലേക്ക് വിളിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. ഇനി അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ കാറ്റഗറീസ് ഓഫ് ട്രൂത്ത് ആണ് പറഞ്ഞത്. ഇനി അടുത്ത ഒരു ഏരിയ കൂടെ പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആകും. ഇതിൻ്റെ അകത്തെല്ലാം പ്രശ്നം കിടക്കുന്നത് 2 കാര്യങ്ങളാണ്. ശരിയായ സത്യം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ശരിയായ സത്യം എന്ന് പറഞ്ഞൊരു സത്യം ഉണ്ടോ, പിന്നെ ഈ സത്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് കിടക്കുകയാണോ, അല്ലെങ്കിൽ അതിന് പറയുന്ന ആബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ, പിന്നെന്തുവാ റിലേറ്റീവ് ട്രൂത്ത് അല്ലെങ്കിൽ റിലേറ്റീവിസം. ഇപ്പം ക്രിസ്ത്യാനിറ്റിയിലും ചില സത്യങ്ങളുണ്ട്. ആ സത്യങ്ങൾ ഹിന്ദുയിസവുമായിട്ട് അല്ലെങ്കിൽ അവരുടെ തിയോളജിയുമായിട്ട്, അവരുടെ ഐഡിയോളജിയുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ മറ്റേത് മതങ്ങളുമായി. ഇപ്പം ജൂയിഷ് റിലീജിയൻ, അതിൻ്റെ അകത്തെ ചില കാര്യങ്ങൾ ഈ നമ്മുടെ പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ പുതിയ നിയമമായിട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ കാണുമല്ലോ. അതിനാണ് നമ്മൾ റിലേറ്റീവ് ട്രൂത്ത് എന്ന് പറയുന്നത്, റിലേറ്റീവിസം എന്ന് പറയും. ഇപ്പോൾ റിലീജിയനൊക്കെ പഠിക്കുമ്പോൾ മതത്തെക്കുറിച്ചുള്ള പഠനത്തിൽ റിലേറ്റീവിസം ഉണ്ട്. അങ്ങനെ അപ്പം എല്ലാ മതങ്ങളിലും സത്യം കണ്ടെത്താനുള്ള ശ്രമം, അല്ലെങ്കിൽ ഒരു പ്ലൂറാലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഒരു മതസൗഹാർദ്ദമായിട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനത്തെ തിയോളജി ഉണ്ടാക്കും. നമ്മളിവിടെ ഈ സത്യം കണ്ടെത്താനുള്ള ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ടൂൾസ്, നമ്മുടെ ഏറ്റവും പഴക്കമുള്ള, ഏറ്റവും ലോജിക്കലായിട്ടുള്ള, ഏറ്റവും അക്കാഡമിക് ആയിട്ടുള്ള ടൂൾസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഈ പരമമായ സത്യം ഉണ്ടോ, ആബ്സല്യൂട്ട് ട്രൂത്ത് ഉണ്ടോ? കാരണം എന്നോട് ഈ സത്യത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവർ പറയുന്ന സത്യമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആബ്സല്യൂട്ട് ട്രൂത്താണോ, അതോ റിലേറ്റീവ് ട്രൂത്താണോ, അതോ അവർ പറയുന്നത് പച്ചക്കള്ളമാണോ? ഇപ്പം ഞാൻ കള്ളത്തിലേക്ക് വീണ്ടും പോയാൽ, തെറ്റിലേക്ക് വീണ്ടും പോയാൽ അത് ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരും. അവരവരുടെ കാര്യം നോക്കിപ്പോവും. അപ്പോൾ അവർ സത്യത്തിലേക്ക് വരണമെന്ന് പറയുമ്പം ഈ ട്രൂത്ത് എന്ന് പറയുന്നത് ഇപ്പം ഞാനിപ്പോൾ മുന്നേ വായിച്ച പോലെ ഈ ഒബ്ജക്റ്റീവ് ട്രൂത്താണോ, സബ്ജക്റ്റീവ് ട്രൂത്താണോ, നോമറ്റീവ് ട്രൂത്താണോ, അതോ ഇപ്പം കോംപ്ലക്സ് ട്രൂത്താണോ, ഏതിലേക്കായിരിക്കും ഞാൻ പോയി പെടുന്നത് ഇവരൊക്കെ എന്നോട് സത്യത്തിലേക്ക് വരണമെന്ന് പറയുമ്പോൾ? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു, യേശുവിൻ്റെ അമ്മ മറിയത്തിലൂടെയാണ് മനുഷ്യരാശിയോട്, മനുഷ്യവംശത്തോട്, മനുഷ്യവർഗത്തോട് ദൈവം താതാത്മ്യപ്പെട്ടത്, അല്ലെങ്കിൽ ദൈവം തന്നെയായ ദൈവപുത്രനായ ഗോഡ് സൺ, അല്ലേ, ഗോഡ് സൺ, ദൈവപുത്രനായ, അല്ലെങ്കിൽ പിതാവായ ദൈവം തൻ്റെ പുത്രനെ അയക്കുകയാണ് ഈ മനുഷ്യവർഗവുമായിട്ട് റെക്കൺസിലിയേഷന് വേണ്ടി, നിരപ്പിന് വേണ്ടി. ആ സ്നേഹം, ആ ലോകത്തോടുള്ള സ്നേഹം, ആ സ്നേഹത്തിലൂടെ നമ്മയെല്ലാം നിരപ്പിച്ചു കഴിഞ്ഞു. ജഡധാരണത്തിലൂടെ, ഇൻകാർണേഷനിലൂടെ ആ നിരപ്പിൻ്റെ ശുശ്രൂഷ, റെക്കൺസൈൽഡ്, നമ്മളും ആ റെസ്റ്റോറേഷൻ നടന്നു കഴിഞ്ഞു. അങ്ങനെയൊന്നും ഞാൻ അതിൻ്റെ അകത്ത് വിശദീകരിച്ചില്ല. പക്ഷെ
ഞാൻ അതിൻ്റെ അകത്ത് യേശുവിൻ്റെ അമ്മ മറിയം എന്ന് ഒന്ന് പറഞ്ഞപ്പോൾ ആണ് ആളുകൾ എന്നോട് പറഞ്ഞത് സത്യം അറിയണം. ഏത് സഭയാണ്? അടുത്ത ചോദ്യമാണ്, താങ്കൾ ഏത് സഭയാണ്? അതും ഞാൻ അതിൻ്റെ അകത്ത് ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങ് പറയാം. ഞാനൊരു കത്തോലിക്ക സഭക്കാരനല്ല. കാരണം എൻ്റെ വേഷം, എൻ്റെ പ്രൊഫൈല് ഇതൊക്കെ കാണുമ്പം ഈ കാത്തലിക് ചർച്ചിലെ പ്രീസ്റ്റുമായിട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഒരു പക്ഷേ തോന്നും. പിന്നെ വേറെ ആരും എന്നോട് ഈ ഒട്ടും അറിവില്ലാത്തവരാണ്. അപ്പം ഒരു ഓർത്തഡോക്സിലെ ഒരു പ്രീസ്റ്റിനെ കണ്ടാൽ, യാക്കോബായ സഭയിൽ ഒരു പ്രീസ്റ്റിനെ കണ്ടാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാം. അവരുടെ വേഷത്തിലൂടെ തന്നെ മനസ്സിലാക്കാം. ഉറപ്പായിട്ടൊരു ക്യാപ്പ്, ഒരു തൊപ്പി ഉണ്ടായിരിക്കും. അപ്പോൾ ഇനിയിപ്പം വേറെ ഏത് സഭയാണ് അതാണ് അറിയേണ്ടത്. കാരണം ഞാൻ ഒരു പരാമർശം നടത്തി യേശുവിൻ്റെ മാതാവിനെക്കുറിച്ച്, തിയോട്ടോക്കോസിനെ കുറിച്ചൊരു പരാമർശം നടത്തി. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, തിയോട്ടോക്കോസ് എന്ന് പോലും ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. കാരണം ആ പോസ്റ്റിൻ്റെ ഉദ്ദേശം അതായിരുന്നില്ല. യേശുവിൻ്റെ ജഡാവതാരണം, ആ ജഡധാരണത്തെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അപ്പം മുതലാണ് ഞാൻ സത്യം അറിയണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കത്തോലിക്കനല്ല, ഞാനൊരു കത്തോലിക്ക ഫോളോവർ അല്ല, ഞാൻ ഈ കോട്ടയത്തുള്ള ഓർത്തഡോക്സ് സഭക്കാരനല്ല, ഞാൻ മുളന്തുരുത്തിയിലുള്ള യാക്കോബായ സഭക്കാരനല്ല, വേറെ ഏതെങ്കിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഈ മറ്റ് സ്വതന്ത്ര ഗ്രീക്ക് ഓർത്തഡോക്സോ അല്ലെങ്കിൽ റഷ്യൻ ഓർത്തഡോക്സോ ഇതൊന്നുമല്ല. അങ്ങനെയൊന്നും ആരും ഒട്ടും അറിയാത്തവരാണ് ചോദിക്കുന്നത് നമ്മുടെ വേഷം. അപ്പം പിന്നെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഞാൻ കത്തോലിക്കനാണെന്നുള്ളത്. കാരണം അതിനെ ബേസ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം യഥാർത്ഥത്തിൽ ഈ സത്യം പറയുമ്പം ഏത് സഭയാണെന്ന് ചോദിക്കുന്നതിൻ്റെ അകത്ത് തന്നെ കാര്യമില്ല. കാരണം എന്തെങ്കിലും ഒരു ട്രൂത്ത് പറയുമ്പോൾ അത് എനിക്ക് ശരി എന്ന് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് മറ്റൊരാൾക്കത് തെറ്റായിട്ട് തോന്നി. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ട്രൂത്തിനെ കണ്ടെത്താനായിട്ട് സാധിക്കാത്ത പ്രശ്നം. അതാണ് നമ്മുടെ ആബ്സല്യൂട്ട് ട്രൂത്ത്. അത് മാത്രം പറഞ്ഞ് നിർത്താം. എനിക്ക് തോന്നുന്നു റിലേറ്റീവ് ട്രൂത്ത് എന്ന് പറയുന്നത് അത് അവിടെയുമല്ല ഇവിടെയുമല്ല, ഇവിടെയുണ്ട് അവിടെയുണ്ട്, അവിടെയുണ്ട് ഇവിടെ, അവിടുത്തേതെല്ലാം ഇവിടെയുണ്ട്, ഇവിടുത്തെല്ലാം അവിടെയുണ്ട്. നമുക്ക് വേണമെങ്കിൽ കമ്പാരറ്റീവ് സ്റ്റഡി നടത്താം. മറ്റു മതങ്ങളിലും പല കാര്യങ്ങളും, ഇവിടെ പറയുന്ന പല കാര്യങ്ങളും അവിടെയും നമുക്ക് സാമ്യം കാണാം. അതൊക്കെ നമുക്ക് റെവലേഷൻസ് എല്ലാവർക്കും കിട്ടും. നമുക്കറിയാവുന്ന പോലെ ഫുള്ളസ്റ്റ് റെവലേഷൻ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം ആരാണെന്ന് കൃത്യമായിട്ട് വെളിപ്പെടുത്തി, ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായിട്ട് ക്രിസ്തുവിൽ നമുക്ക് കാണാം. അതൊക്കെ നമുക്ക് വെളിപ്പെട്ട കാര്യമാണ്. അത് നമ്മളതിൽ സന്തോഷിക്കുക. അതിനെക്കുറിച്ച് അറിവ് ലഭിക്കാത്തവർ അവർ അറിയുന്ന കാര്യത്തിൽ സന്തോഷിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലെങ്കിൽ ഈ ട്രൂത്ത് എന്ന് പറയുന്നത്, ഈ ട്രൂത്ത് സീക്കർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഫിലോസഫിക്കലായിട്ടുള്ള സ്റ്റഡിയാണ്. അല്ലാതെ ചുമ്മാതെ ഏതെങ്കിലും ഒരു എന്താ പറയുന്നത്, ഇന്നാര് പറഞ്ഞു, അവരിന്നത് പറഞ്ഞു, അതല്ല ട്രൂത്ത് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇപ്പം ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം. അതായത് ട്രൂത്തിനെ, സത്യത്തെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് ചിന്തിക്കുകയായിരുന്നു. അതിൽ ഒബ്ജക്റ്റീവ് ട്രൂത്ത് ഉണ്ട്, സബ്ജക്റ്റീവ് ട്രൂത്ത് ഉണ്ട്, അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. നോമറ്റീവ് ട്രൂത്ത് ഉണ്ട്, കോംപ്ലക്സ് ട്രൂത്ത് ഉണ്ട്. ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ദി എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ, സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നു ഭൂമി, അതാണ്. അതുപോലെ സബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഞാനൊരു ജ്യൂസ് കുടിച്ചപ്പോൾ എനിക്കത് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. പക്ഷേ വേറൊരാൾ കൊടുത്തു, അപ്പം ഞാൻ പറയുകയാണ് നീയും കുടിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ആ വ്യക്തിയും കുടിക്കുന്നു. ആ വ്യക്തി ആ ജ്യൂസ് കുടിച്ചപ്പോൾ പറയുകയാണ് എനിക്ക് ഈ ജ്യൂസ് വലിയ രസമായിട്ടൊന്നും തോന്നിയില്ല, രുചികരമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇതെല്ലാം തന്നെ ഇപ്പം ഈ സബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസ്, ഫീലിങ്സ്, ആ പെർസ്പെക്റ്റീവിനെ അനുസരിച്ചുള്ളതായിരിക്കും. പിന്നെ നോമറ്റീവ് ട്രൂത്ത് പറഞ്ഞു, ഒരു സമൂഹം അങ്ങ് പറയുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു സമൂഹം പറയുകയാണ്, ഇതാണ് ശരി, ഇതാണ് തെറ്റെന്ന് പറയുമ്പോൾ ആ സമൂഹത്തിലെ ആളുകളുടെ പുറകെ പോവാം. പിന്നെ ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറയുമ്പോൾ വ്യക്തിപരമാണെന്ന്, അത് ഞാൻ പറയാൻ വിട്ടു, വ്യക്തിപരമാണ് ആദ്യം പറഞ്ഞത്. ഈ കോംപ്ലക്സ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നൊരവസ്ഥ. ഇതിനെ ഒന്നും അംഗീകരിക്കാൻ വയ്യ. ഒബ്ജക്റ്റീവ് ട്രൂത്തിനെ അംഗീകരിക്കാൻ വയ്യ, സബ്ജക്റ്റീവ് ട്രൂത്തിനെ അംഗീകരിക്കാൻ വയ്യ, ഈ നോമറ്റീവ് ട്രൂത്തിനെ അംഗീകരിക്കാൻ വയ്യ. എവിടെയാണ് ട്രൂത്ത് അപ്ലൈ ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത, സത്യം ഇരുട്ടിൽ തപ്പുന്ന ഈ കുരുടന്മാർ വഴി കാണിക്കുന്നൊരു പരിപാടിയുണ്ട്. യേശു അതിനെ ക്രിറ്റിസിസം ചെയ്തിട്ടുണ്ട്. കുരുടന്മാർ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുകയാണ്? വഴി കാണിച്ചു കൊടുക്കുകയാണ്.
സ്വന്തം കണ്ണിൽ വലിയ കോലിരിക്കുകയാണ്. വലിയ കോല് കണ്ണിനകത്തിരിക്കുകയാണ്. മറ്റുള്ളവൻ്റെ കണ്ണിൻ്റെ അകത്തെ അവൻ്റെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ നോക്കി സംസാരിക്കുന്ന ആളുകൾ. അപ്പം യേശു വന്നത് എന്തിനു വേണ്ടിയാ? പിതാവിൻ്റെ സ്നേഹം കാണിക്കാൻ, റെക്കൺസിലിയേഷൻ, നിരപ്പിൻ്റെ ശുശ്രൂഷ. മനുഷ്യരെ മുഴുവൻ ഈ ജഡധാരണത്തിലൂടെ യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. യേശുവിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഈ മനുഷ്യവർഗത്തിൻ്റെ പ്രതീകമായിട്ട് ഈസ്റ്റേൺ ഫാദേഴ്സ് അല്ലെങ്കിൽ ഈ പൗരസ്ത്യ ദൈവശാസ്ത്രം അനുസരിച്ച് സെക്കൻഡ് ഈവ് എന്നാണ് പറയുന്നത്. രണ്ടാം ഹൗവയാണ്. ആദ്യത്തെ ഹൗവ പഴം പറിച്ച് തിന്ന് ആകപ്പാടെ കുളമാക്കി കളഞ്ഞു. അല്ലേ? ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഗ്രാഫെ എന്ന വാക്കാണ്, ഗ്രീക്ക് വാക്കാണ്. അപ്പം സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചതായ പുരുഷനും സ്ത്രീയും ആണും പെണ്ണുമായിട്ടൊക്കെ സൃഷ്ടിച്ചു. പക്ഷേ അവിടെ എല്ലാം ആകെപ്പാടെ പ്രശ്നമായി, കുളമായി. പക്ഷേ സെക്കൻഡ് ഈവ് വന്നപ്പോൾ ഈ ദൂതൻ വന്ന് പറയുന്ന വലിയ പ്രസ്താവനയുടെ മുൻപിൽ പറയുകയാണ്, ഇതാ ഞാൻ ദാസി, ഞാൻ അങ്ങയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറപ്പെടുവാനായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് യേശുവിൻ്റെ അമ്മ പറയുകയാണ്. അപ്പം സെക്കൻഡ് ഈവ്, രണ്ടാമത്തെ ഹൗവ എന്ന് സഭാപിതാക്കന്മാരെ വിളിച്ചു. ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ചില ആൾക്കാർ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യും, ബൈബിളിൽ എവിടാ, ഈ ബൈബിളിൽ എവിടാ? ഉൽപ്പത്തിയിലുണ്ടോ അതോ വെളിപ്പാടിലുണ്ടോ അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിലുണ്ടോ രണ്ടാം ഹൗവ എന്ന് പറഞ്ഞു? എവിടെയാണ് സെക്കൻഡ് ഈവ് എന്നൊക്കെ പറയുന്ന ആളുകളോടൊന്നും നമുക്ക് സംസാരിക്കാനില്ല. കാരണം ഈ നേഴ്സറി പഠിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് നമ്മളിപ്പം നേഴ്സറി ലെവലിൽ ഉള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. നേഴ്സറി പഠിക്കുന്നവരോട് 10ാം ക്ലാസ്സിലെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, ഡോക്ടറേറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർ നേഴ്സറി ലെവലിൽ നിൽക്കും. അതുകൊണ്ട് സെക്കൻഡ് ഈവ് എന്ന് പറയുന്നത് സഭാപിതാക്കന്മാരാണ്. ഇനി ആരാണ് സഭാപിതാക്കന്മാരെന്നൊക്കെ വെല്ലുവിളിക്കുന്നവരുണ്ട്. ഈ സ്വന്തം അപ്പനെ ചൂണ്ടിക്കാണിക്കാൻ എല്ലാവർക്കും വളരെ അഭിമാനമല്ലേ? പക്ഷേ സഭയുടെ പിതാക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ അവരെ അവഹേളിക്കാനും കുറ്റം പറയാനും കളിയാക്കാം. അപ്പോൾ സ്വന്തം അപ്പനെക്കുറിച്ച് പറയുമ്പോൾ ഭയങ്കര, അമ്മയെക്കുറിച്ച് പറയുമ്പോഴോ, സ്വന്തം അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ആരെങ്കിലും അവഹേളിക്കാറുണ്ടോ? എന്നാൽ എവിടെയെങ്കിലും ഒരു പോസ്റ്റിൽ യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് ഒരു പോസിറ്റീവായിട്ട് സംസാരിച്ചാൽ അതിൻ്റെ അടി വന്ന് അവഹേളനം നടത്തുന്ന കുറേ മാന്യന്മാരാണ് എന്നോട് പറഞ്ഞത് ഞാൻ സത്യം അറിയണം. ഇപ്പം മനസ്സിലായല്ലോ? എൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം വന്നപ്പോഴാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. വളരെ മാന്യന്മാരായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠ എളിയ വിലയേറിയ ദാസന്മാരെ ഒരു പോസിറ്റീവ്, ഒരു ഒന്നും വേണ്ട, ഒരു സ്ത്രീയോട് കാണിക്കുന്ന, സ്വന്തം അമ്മയോട്, നമ്മുടെ വീട്ടിലുള്ള സ്വന്തം അമ്മയോട്, നമ്മളെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന് നമുക്കറിയാം ഒരു അമ്മ, അത് ഈ മെഡിക്കലി എന്താണ് ശാരീരികമായിട്ട് ഒരു അമ്മയ്ക്ക് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. യേശുവിനെ ചുമന്നുകൊണ്ട് ദൈവമായവൻ, ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞ ഒരു വലിയ മണ്ടത്തരം കൂടെ, ഒരു വലിയ സത്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. യേശു മനുഷ്യനായിട്ടാണ്, അതായത് യേശുവിൻ്റെ മനുഷ്യത്വം മാത്രമാണ് കന്യക മറിയാമിൽ ജനിക്കുമ്പോൾ യേശുവിനുണ്ടായിരുന്നത്. അറിയുന്നവർക്കറിയാം കൊടിയ ദുരുപദേശമാണെന്നും ആദിമസഭയും പിതാക്കന്മാരും അടിച്ചു പുറത്താക്കിയ ദുരുപദേശം ആണെന്നും നമുക്കറിയാതെ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഞാൻ സത്യത്തിലേക്ക് വരണമെന്ന് പറയുന്ന, സത്യം പറഞ്ഞാൽ യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ ഇടേണ്ടതാണ്. പക്ഷെ ഞാനത് ചെയ്യത്തില്ല. കാരണം ഈ ദൈവദാസൻ എന്ന് സ്വയം ചിന്തിക്കുന്ന അദ്ദേഹം, നമ്മൾ ദൈവദാസനായിട്ടൊന്നും കാണുന്നില്ല, അദ്ദേഹം
യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാൽ അത് ഞാൻ കാണിക്കുന്ന ഒരു അവഹേളനമായി പോകും എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനത് ഇടുന്നില്ല. പ്രായമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സ്വന്തം അമ്മയോട് കാണിക്കുന്ന, സ്വന്തം വീട്ടിലെ അമ്മയോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും പോലും യേശുവിൻ്റെ അമ്മ യേശുവിനെ മനുഷ്യവർഗത്തിലേക്ക് വരാനുള്ള, അല്ലെങ്കിൽ മനുഷ്യനുമായി, ഭൂമിയുമായി, ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യരോട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ഇത് മനസ്സിലാകാത്ത, ഞാനീ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാത്ത, തലയ്ക്കകത്ത് ഇത്രയും പോലും മനസ്സിലാകാത്ത ആൾക്കാരുടെ തലയ്ക്കകത്ത് ചെളിയാണെന്ന് പറയാൻ എനിക്കൊരു പേടിയുമില്ല. ചെളി കൊണ്ട് നടക്കുന്നവർ ദയവ് ചെയ്ത് എൻ്റെ ഇവിടെ വന്ന് കമൻ്റ് ഇടരുത്. സ്വന്തം അമ്മയോട് സ്നേഹമുള്ള, ബഹുമാനമുള്ള, ആദരവുള്ള ഒരു വ്യക്തിയും യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് അവഹേളനം, തരംതാണ വാക്കുകൾ, ഇൻസൾട്ട് പറയത്തില്ല. ഇനിയും പറഞ്ഞാൽ ഞാൻ സ്ക്രീൻഷോട്ട് ഇടില്ലെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് പറയണമെന്ന് വിചാരിച്ചല്ല, സത്യത്തെക്കുറിച്ചാണ്, ഫിലോസഫിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫിലോസഫി, ട്രൂത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വഴിമാറിപ്പോയതാണ്. ഒരു ട്രൂത്ത്, ഈ പലർക്കും സത്യമാണെന്ന് ചിന്തിക്കുന്നത് അവരറിയുന്നില്ല. അവർ ട്രൂത്താണെന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണെന്ന് അവർക്കറിയില്ല. അവരങ്ങ് പറയുവാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ കിണറ്റിൻ്റെ അകത്ത് കിടക്കുന്ന ഈ ഫ്രോഗിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇതാണ് ലോകം, വേറെ ലോകമൊന്നും ഇല്ല. ആബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറഞ്ഞ ട്രൂത്തുണ്ട്. നമ്മൾ പറഞ്ഞു ട്രൂത്തിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റീവ് ട്രൂത്ത്, സബ്ജക്റ്റീവ് ട്രൂത്ത്, നോമറ്റീവ് ട്രൂത്ത്, കോംപ്ലക്സ് ട്രൂത്ത്. അപ്പോൾ ഇനി നമ്മൾ പറയുന്ന ആബ്സല്യൂട്ട് ട്രൂത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആബ്സല്യൂട്ട് ട്രൂത്ത്. ഒന്നത് യൂണിവേഴ്സൽ ആയിരിക്കും, ട്രൂ ഫോർ ഓൾ പീപ്പിൾ. എല്ലാവർക്കും ആബ്സല്യൂട്ട് ട്രൂത്ത് സത്യമായി, ഈ സത്യം എന്നുള്ള വാക്ക് നമുക്കറിയാം ഫിലോസഫിക്കലാണ്. ഇത് പ്ലേറ്റോ ഉപയോഗിച്ച വാക്കാണ്. അതേ വാക്ക് തന്നെ യേശുവിന് മുൻപ് ജീവിച്ചിരുന്ന തത്വചിന്തകനാണ് പ്ലേറ്റോ. ആ കാലഘട്ടത്തിൽ യേശു തന്നെ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നു, അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്നു. അപ്പം ഇത് ഞാൻ പറയും, ബൈബിളിൽ നിന്ന് വാക്യം എടുക്കുന്നവരുടെ കാര്യമൊന്നുമല്ല ഞാനീ പറയുന്നത്. എന്ത് പറഞ്ഞാലും അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അങ്ങോട്ടുണ്ട്, ഇവിടെ ഉണ്ട്, അങ്ങനെ വാക്യമുണ്ട്, ഇങ്ങനെ വാക്യമുണ്ട്, അവരുടെ കാര്യമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ബാധകമല്ല. യൂണിവേഴ്സൽ ആയിരിക്കും, ട്രൂ ഫോർ ഓൾ പീപ്പിൾ റിഗാർഡ്ലെസ് ഓഫ് ദെയർ ലൊക്കേഷൻ ഓർ ബിലീഫ്സ്. അവരുടെ ലൊക്കേഷൻ, അവരേത് രാജ്യത്ത്, ഏത് ഭാഷ സംസാരിക്കുന്നവർ, ഏത് ഗോത്രം, ഇതൊന്നും ഒരു വിഷയമല്ല. അവരുടെ വിശ്വാസ രീതികൾ എന്താണ്, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, യൂണിവേഴ്സൽ ആയിരിക്കും ട്രൂത്ത്. ആബ്സല്യൂട്ട് ട്രൂത്തിൻ്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. 2, ഒബ്ജക്റ്റീവ് ആയിരിക്കും. ഒബ്ജക്റ്റീവ്, എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഹ്യൂമൻ പെർസെപ്ഷൻ. ഹ്യൂമൻ പെർസെപ്ഷൻസ് ആയ ഇമോഷൻസ്, പേഴ്സ്പെക്റ്റീവ്, പിന്നെ വൈകാരികമായി കാര്യങ്ങളെ സമീപിക്കുക, അവരുടെ ആ പേഴ്സ്പെക്റ്റീവ് മാനുഷികമായ എല്ലാ വികാരങ്ങളിൽ നിന്നും ആബ്സല്യൂട്ട് ട്രൂത്ത് പുറത്തായിരിക്കും, ഒബ്ജക്റ്റീവ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവ് ട്രൂത്ത് ഉണ്ട്, സബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ചില വ്യക്തികളിൽ അധിഷ്ഠിതം. ഇന്നാര് തുടങ്ങിയ സഭ, നമ്മൾ പറയില്ലേ, യേശുക്രിസ്തുവിൻ്റെ സഭ ആരാണ് തുടങ്ങിയത്? യേശുവാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ദൈവരാജ്യം യഹൂദന്മാരുടെ ഇടയിൽ, കിങ്ഡം ഓഫ് ഗോഡ്, യഹൂദന്മാരുടെ ഇടയിലാണ് കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം, രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ പിന്നീട് അപ്പോസ്തല പ്രവൃത്തികളിൽ ആ സഭയെ ഹാൻഡ് ഓവർ ചെയ്തു. പത്രോസ് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു. യഹൂദന്മാരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പത്രോസ് സംസാരിക്കുന്നത്. പിന്നീട് അത് സെയിൻറ്റ് പോളിലേക്ക് പോയി. അത് ആ ദൈവരാജ്യത്തിൻ്റെ ആ സുവിശേഷത്തെ പുറത്തേക്ക് എത്തിച്ചത് ഇപ്പോളാണ്. അപ്പം ഇവിടെ വ്യക്തികൾ എന്നതല്ല, ത്രിയേക ദൈവമാണ് ഇതിന് മുഴുവനും കാരണം. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമാകുന്ന ഏക സത്യദൈവമാണ് സഭയുടെ എല്ലാത്തിൻ്റെയും സർവത്തിൻ്റെയും കാരണഭൂതനും സർവശക്തനായ ദൈവം, സർവത്തിൻ്റെയും കാരണഭൂതനായ പിതാവും. അത് കൃത്യമായി ഡിഫൈൻ ചെയ്യുന്നു. ഞാൻ ഒന്നുകൂടെ പറയുന്നു, അത് കൃത്യമായി ഇവിടെ ഡിഫൈൻ ചെയ്ത് പറയുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന. ഏതെങ്കിലും ഇങ്ങനെ മാറ്റി മാറ്റി നിർത്തുന്ന ഈ പറിച്ചു കൊണ്ടുപോകുന്ന പരിപാടി ക്രിസ്ത്യാനിറ്റിയിലില്ല. അങ്ങനെ പറിച്ചു കൊണ്ടുപോകുന്നവർ ഏത് തരം ദുരുപദേഷ്ടാക്കന്മാരാണ്, ഫോളോ ചെയ്യുന്നതെന്ന് ആ ദുരുപദേശങ്ങളെക്കുറിച്ചൊന്ന് പഠിച്ചാൽ മതി, അവിടെ മനസ്സിലാവും. ഒബ്ജക്റ്റീവ് ആയിരിക്കും ആബ്സല്യൂട്ട് ട്രൂത്ത്, യൂണിവേഴ്സൽ ആയിരിക്കും, ഒബ്ജക്റ്റീവ് ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഡസ് നോട്ട് ചേഞ്ച് ഓവർ ടൈം. എത്ര കാലം കഴിഞ്ഞാലും കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മളിവിടെ പറയുന്നത് ഈ ചുമ്മാതെ ആളുകൾ പറയുന്ന പോലെ നിങ്ങൾ സത്യം അറിയണം, സത്യത്തിലേക്ക് വരണം, അതൊന്നും അല്ല പറയുന്നത്. അങ്ങനത്തെ ഈ താഴ്ന്ന നിലവാരത്തിലുള്ള ചുമ്മാതെ ഒന്നും അറിയാത്ത കാര്യങ്ങളല്ല പറയുന്നത്. ഫിലോസഫിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ട്രൂത്ത് ആണ് പറയുന്നത്. അതായത് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ് അങ്ങനെയുള്ള ആളുകൾ ഈ നമ്മുടെ ഈ ലൈവ് തുടങ്ങുമ്പം ആദ്യം തന്നെ പറഞ്ഞു എന്താണ് ട്രൂത്ത് എന്ന്. ഏറ്റവും പഴക്കമുള്ള ഒരു ഡെഫിനിഷനാണ് പറഞ്ഞത്, പ്ലേറ്റോയുടെ ഡെഫിനിഷനാണ് പറഞ്ഞത്. യേശുവിന് മുൻപേ ജീവിച്ചിരുന്ന പ്ലേറ്റോയുടെ ഡെഫിനിഷനാണ് പറഞ്ഞത്. അത് ഇച്ചിരി കട്ടിയാണ് മനസ്സിലാക്കാൻ. അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഈ സത്യം അറിയാൻ വേണ്ടി ഇതിലേക്ക് വരിക. യൂണിവേഴ്സലാണ്, ഒബ്ജക്റ്റീവാണ്, കോൺസ്റ്റൻ്റ് ആണ്, ഡസ് നോട്ട് ചേഞ്ച് ഓവർ ടൈം. ആൻഡ് ദ ലാസ്റ്റ് ഒരു എക്സാമ്പിളാണ് 2+2 = 4 അല്ലെങ്കിൽ 1+1 = 2. ദ കോൺസെപ്റ്റ് ഓഫ് എ റൗണ്ട് സ്ക്വയർ ഈസ് ഇമ്പോസിബിൾ. 2+2 4 ഒരു റൗണ്ട് ഫിഗർ ആക്കിയേക്കാം, 5 ആക്കാം, പറ്റത്തില്ല. നമ്മൾ റൗണ്ട് ഫിഗർ ആക്കുമല്ലോ, ഒരു ബില്ലൊക്കെ എഴുതുമ്പോൾ നമ്മൾ അവസാനം എന്ത് ചെയ്യും, അതൊരു റൗണ്ട് ഫിഗർ ആക്കും. ഇപ്പം 34 രൂപ, 34 എന്നുള്ളത് 35 ആക്കിയിടും. അപ്പം 2+2 = 4. അവിടെ യാതൊരു തെറ്റുമില്ല. എക്സാമ്പിൾ. ഇനിയും ട്രൂത്ത് ഈസ് റിലേറ്റീവ്. നമ്മൾ പറഞ്ഞു ട്രൂത്ത് എന്ന് പറയുമ്പം ഇതാണ് ആബ്സല്യൂട്ട് ട്രൂത്ത്. ഇനി റിലേറ്റീവ് ട്രൂത്ത് ഉണ്ട്. ഇത് പറഞ്ഞിട്ട് വേണമായിരുന്നു ഈ ആബ്സല്യൂട്ട് ട്രൂത്ത് പറയാൻ. എനിക്കത് ഇച്ചിരി കൺഫ്യൂഷൻ ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ല. റിലേറ്റീവ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഈ വേറെ മതങ്ങളിലും അല്ലെങ്കിൽ വേറെ വിശ്വാസങ്ങളിലും വേറെ സഭകളിലും അവിടെയും ഉണ്ട് ട്രൂത്ത്. ഇവിടെ അങ്ങനെ ഈ ട്രൂത്തിനെ നമുക്ക്, അല്ലെങ്കിൽ ഈ സത്യം വേറെ എവിടെയെങ്കിലും ഉണ്ട്. ഞാൻ പറയുന്ന സത്യം മറ്റ് ഏതെങ്കിലും മേഖലയിൽ, അത് റിലീജിയനിലാകാം, പൊളിറ്റിക്സിലാകാം, ഇക്കണോമിക്സിലാകാം, ഇവിടെയുമാകാം, അവിടെയും ഉണ്ട്. അതും സബ്ജക്റ്റീവ് ഉണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ, പെർസ്പെക്റ്റീവ് ഓർ ഫീലിംഗ്. വ്യക്തികൾ തുടങ്ങുന്നതായിരിക്കും അതാണ് സബ്ജക്റ്റീവ് ആയിരിക്കും. അത് ഈ സബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തികൾ തുടങ്ങുന്ന ഗ്രൂപ്പുകൾ, വ്യക്തികൾ തുടങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ABCD എന്നും പറഞ്ഞുകൊണ്ട് വ്യക്തികൾ അല്ലേ, ഓരോ വ്യക്തിയും ഓരോന്നങ്ങ് തുടങ്ങുക. A or B or C or D, ഓക്കെ, X or Y, വ്യക്തികൾ തുടങ്ങുന്ന എന്തും, അതാണ് റിലേറ്റീവ് ട്രൂത്ത്. പിന്നെ കണ്ടീഷനിലായിരിക്കും. ഇറ്റ്സ് ട്രൂത്ത്ഫുൾനെസ് ഈസ് ലിമിറ്റഡ് ടു സ്പെസിഫിക് സർക്കംസ്റ്റാൻസസ് ഓർ കോണ്ടെക്സ്റ്റ്. അതിൽ സത്യത്തിനുള്ള സ്ഥാനമെന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സാഹചര്യത്തിനും കോണ്ടെക്സ്റ്റിനും അനുസരിച്ച്, സാഹചര്യം കോണ്ടെക്സ്റ്റ് രണ്ടും തന്നെയാണ്. ഓക്കെ, കോണ്ടെക്സ്റ്റിനനുസരിച്ച്, ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ച് അതൊരു കോണ്ടെക്സ്റ്റുവൽ ആയിരിക്കും. ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ച് അത് ലിമിറ്റഡാണ്. ഇറ്റ്സ് ട്രൂത്ത്ഫുൾനെസ് ഈസ് ലിമിറ്റഡ്. അത് കണ്ടീഷണലാണ്, ഇന്ന കണ്ടീഷൻസാണ്. അതായത് അത് ലിമിറ്റഡ് ആണെന്ന് അതിൻ്റെ അർത്ഥം. ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ച് ആ സത്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. കോംപ്ലക്സ് ട്രൂത്ത് എന്ന് നമ്മൾ പറഞ്ഞു, ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. പിന്നെ വേരിയബിൾ ആണ്. നമ്മൾ റിലേറ്റീവ് ട്രൂത്താണ് പറയുന്നത്. ക്യാൻ ബി ട്രൂ ഫോർ വൺ പേഴ്സൺ. ഒരാൾക്ക് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് വേരീസ്. ഒരാൾക്ക് ഇത് സത്യമായിരിക്കും. ക്യാൻ ബി ട്രൂ ഫോർ വൺ പേഴ്സൺ ഓർ സിറ്റുവേഷൻ ബട്ട് ഫോൾസ് ഫോർ അനദർ. ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ശരിയെന്ന് തോന്നുന്നു, വേറൊരാൾക്ക് തെറ്റ്. അപ്പം ആ രീതിയിൽ ഇറ്റ് വേരിയബിൾ ആയിരിക്കും. ഇനിയും എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, ദ ബേർഡ് ഈസ് ബ്യൂട്ടിഫുൾ.
ഈസ് എ റിലേറ്റീവ് ട്രൂത്ത് ബിക്കോസ് ബ്യൂട്ടി ഈസ് ഇൻ ദ ഐ ഓഫ് ദി ബിഹോൾഡർ. ഒരു പക്ഷിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ, ആ വ്യക്തി ഭയങ്കര സൗന്ദര്യമുള്ള, അത് എൻ്റെ കണ്ണിൽ അങ്ങനെ, പക്ഷെ വേറൊരാളുടെ കണ്ണിൽ അങ്ങനെയല്ല. അടുത്തത് അനദർ എക്സാമ്പിൾ പറയുന്നത്, അനദർ എക്സാമ്പിൾ ഈസ് ഇറ്റ് റെയിൻഡ് ടുഡേ വിച്ച് ഈസ് ദ ട്രൂ ഓൺ എ സ്പെസിഫിക് ഡേ ബട്ട് മേ നോട്ട് ബി ട്രൂ ദ നെക്സ്റ്റ്. ഇന്ന് നല്ല മഴയായിരുന്നു, അതൊരു സത്യമാണ്. ഇന്ന് നല്ല മഴയായിരുന്നു, അല്ലെങ്കിൽ നല്ല മഴയായിരുന്നു, ഇന്ന് നല്ല മഴയാണ്, അല്ലെങ്കിൽ നല്ല മഴയായിരുന്നു, പക്ഷെ നാളെ മഴ കാണണമെന്നില്ല. അപ്പം ഇതാണ്. അപ്പം നമ്മൾ പറഞ്ഞത് ഫിലോസഫിക്കലിയാണ് നമ്മളിത് നോക്കുന്നത്. അതിന് പറയുന്നതാണ് ആബ്സലൂട്ടിസം, ദ ഫിലോസഫിക്കൽ ബിലീഫ് ദാറ്റ് ആബ്സലൂട്ട് ട്രൂത്ത് എക്സിസ്റ്റ്. അതായത് കൃത്യമായ ഒരു സത്യമുണ്ട്, വ്യക്തമായൊരു സത്യമുണ്ട് എന്ന് പറഞ്ഞാൽ യാതൊരു കള്ളവുമില്ലാത്ത, ഒരു തെറ്റുമില്ലാത്ത, ഒരു എററുമില്ലാത്ത ഇന്നറൻ്റായ ഒരു സത്യമുണ്ട്, ആബ്സലൂട്ടിസം. റിലേറ്റീവിസം എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ പൊസിഷൻ, അതൊരു ഫിലോസഫിക്കൽ പൊസിഷനാണ്, ഒരു സ്കൂൾ ഓഫ് തോട്ടാണ്. ദാറ്റ് ട്രൂത്ത് ഈസ് റിലേറ്റീവ് ടു എ പെർട്ടിക്കുലർ ഫ്രെയിംവർക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഈസ് നോട്ട് ആബ്സലൂട്ട്. ഒരു പെർട്ടിക്കുലർ ഫ്രെയിംവർക്കിൽ, ആ ഫ്രെയിംവർക്ക് എന്തും ആകാം, ഒരു കോണ്ടെക്സ്റ്റ് ആകാം, സാഹചര്യമാകാം, വ്യക്തികളാകാം. ഇപ്പം ഒരു വ്യക്തി പറയുകയാണ് ഇതാണ് സത്യം, പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആടിക്കൊണ്ടിരിക്കും, കാരണം വ്യക്തികളാണ് പറഞ്ഞത്, ആബ്സലൂട്ട് ട്രൂത്ത് അല്ല. അപ്പം ആബ്സലൂട്ടിസം. ഓക്കെ, അപ്പം ആബ്സലൂട്ട് ട്രൂത്ത് എന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റ് ട്രൂത്ത്. റിലേറ്റീവ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ ട്രൂത്ത് ആണ്, റെഫേഴ്സ് ടു അവർ എവരിഡേ എക്സ്പീരിയൻസ്ഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അതെൻ്റെ അനുഭവവുമായി ബന്ധപ്പെട്ടതാണ്, ഞാൻ അനുഭവിച്ചു, അതുകൊണ്ട് അത് സത്യമാണെന്ന് പറയും. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അപ്പം സത്യം സത്യമാകണമെങ്കിൽ അതിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി യൂണിവേഴ്സൽ, ഇറ്റ് മസ്റ്റ് ബി യൂണിവേഴ്സൽ, യൂണിവേഴ്സൽ ആയിരിക്കണം, ഒബ്ജക്റ്റീവ് ആയിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഈ സത്യമാണ്, ഇങ്ങനെയാണ് സത്യത്തെ മനസ്സിലാക്കുക. അല്ലാതെ ഞാനിവിടെ ബൈബിളിലെ വാക്യത്തിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. ആ വാക്യങ്ങളും ഇങ്ങനെ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, സത്യം അറിയുകയും, അല്ലെ സത്യ നമസ്കാരം, ഈ ട്രൂത്ത്, ആ സത്യം എന്ന് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്ന, നമുക്കറിയാം തിയോളജിയും ഫിലോസഫിയും തമ്മിലുള്ള ബന്ധം. തിയോളജി എന്ന് പറയുന്നത് ഫിലോസഫി എന്ന് പറയുന്നത്, പല ആൾക്കാരും ഫിലോസഫി എന്ന് പറയുന്നത് എന്തോ ഒരു ഭയങ്കര മനസ്സിലാക്കാൻ പറ്റാത്ത, അത് ഓരോരുത്തർക്കും. ഇപ്പം സ്കൂളിൽ പഠിച്ചിട്ടില്ലാത്ത ആളുകളും നല്ല ഒന്നാം തരം ഫിലോസഫി പറയുന്ന ആൾക്കാരുണ്ട്. ഒരു സ്കൂളിലും പഠിക്കണ്ട, ഒരു സ്കൂളിലും പഠിക്കണമെന്നില്ല ഫിലോസഫി പറയാൻ. സ്കൂളിൽ പഠിച്ചിട്ടില്ലാത്തവർ, 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളവർ, അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സാകാത്ത എത്രയോ പേര് ഫിലോസഫി പറയും. ഫിലോസഫി, ഫിലോസോഫിയ, ഫിലോ സ്നേഹം, ജ്ഞാനം. ആ സ്നേഹവും ജ്ഞാനവും തമ്മിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ ശലോമോൻ അതാണ് പറഞ്ഞത്. ഈ ശലോമോന് ഈ ഒരുപാട് പഠിച്ച് തെറ്റിപ്പോയെങ്കിൽ പിന്നെന്തിനാ ശലോമോൻ്റെ പുസ്തകം? അതായത് ഈ ശലോമോൻ തെറ്റിപ്പോയ കാര്യം മാത്രം എഴുതിയാൽ മതിയായിരുന്നല്ലോ. ശലോമോൻ പഠിച്ച് തെറ്റിപ്പോയെങ്കിൽ തെറ്റിപ്പോയ കാര്യം മാത്രം എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തെറ്റിപ്പോയ കാര്യം മാത്രമല്ല, ജ്ഞാനവചസ്സുകൾ എഴുതിയിട്ടുണ്ട്. യേശു പോലും അത് കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഈ പ്ലേറ്റോണിക് ഫിലോസഫിയുടെ വലിയ സ്വാധീനം, ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നൊരു വ്യക്തിയാണെന്ന് നമുക്കറിയാം. അതെവിടെയെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇപ്പം അങ്ങനെ ഇപ്പം കാണിക്കാൻ പറ്റില്ല. ഇത് എത്രയോ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, മനസ്സിലാക്കി അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച കാര്യങ്ങളാണ്. ഏറ്റവും വലിയ സത്യം, പരമമായ സത്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ ദൈവമാണ്, പിതാവും. അത് ദൈവമെന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ കൊടുക്കണം, ഡിഫൈൻ ചെയ്യണം. ആദിമസഭയുടെ പിതാക്കന്മാരെ ഡിഫൈൻ ചെയ്തു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ, ആമേൻ. ഇതിൽ പരം ഒരു ഡെഫിനിഷൻ ദൈവത്തെക്കുറിച്ചില്ല. ഇതിൽ പരം എല്ലാ ഫിലോസഫിയും, എല്ലാ തത്വചിന്തകളും, എല്ലാ ജ്ഞാനവും ദൈവത്തിൽ അടങ്ങിയിരിക്കുന്നു. അത് പറയുന്നതാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ച് പൗലോസ് അല്ലെ ജ്ഞാനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, പിതാവായ ദൈവത്തെ നമുക്ക് കാണിച്ചത്. പിതാവായ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി യേശുക്രിസ്തുവിൽ വസിച്ചു. പിതാവ് ആരാണെന്ന് യേശുവിനെ നോക്കിയാൽ മനസ്സിലാകും. പിതാവിൻ്റെ സ്വഭാവം എന്താണെന്ന് യേശുവിനെ നോക്കിയാൽ മനസ്സിലാവും.
ഫിലോസഫി എന്ന് പറയുന്നത് എന്തോ ഭയങ്കര അല്ലെങ്കിൽ കെടികെട്ടി എന്തോ വലിയ സംഭവം അങ്ങനെയൊന്നുമല്ല. ഇത് നമ്മുടെ വെറും സാധാരണക്കാരായ ആൾക്കാരും ഈ ഫിലോസഫി പറയുന്നു. നമ്മളത് കേൾക്കുമ്പം അതിനെ നമ്മളിങ്ങനെ അഗണ്യമാക്കി കളയാറുണ്ട്. പക്ഷേ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം സത്യത്തിലേക്ക് വന്നു കഴിഞ്ഞു. പല ആൾക്കാരും ഞാൻ ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരെല്ലാം ചോദിക്കുന്നത് ഏത് സഭയാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഞാൻ കത്തോലിക്കനല്ല, ഓർത്തഡോക്സുകാരനല്ല, യാക്കോബക്കാരനല്ല. നമുക്കറിയാം ഈ പ്രധാനപ്പെട്ട സഭകളുടെ കാര്യമാണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഭകൾ കാത്തലിക് ചർച്ച്, ഓർത്തഡോക്സ് ചർച്ച്, അല്ലെങ്കിൽ ജാക്കോബൈറ്റ്സ്. നമ്മൾ കേരളത്തിലാണ് ജാക്കോബൈറ്റ്സ്, ഓർത്തഡോക്സ് തന്നെ. അപ്പോൾ ആൾക്കാർക്ക് അറിയേണ്ടത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഏത് ചർച്ചാണ്, ചർച്ച് ഏതെങ്കിലും പേരല്ല ഇവിടെ ഉയർന്നിൽക്കുന്നത്. സഭ, ചർച്ച് ഈസ് അപ്പോസ്തോലിക്, ഹോളി, പരിശുദ്ധമായ, വൺ ഹോളി, അപ്പോസ്തോലിക് ആൻഡ് യൂണിവേഴ്സൽ ഓർ കാത്തലിക്. കാത്തലിക് എന്ന് പറഞ്ഞാൽ ഇനിയും അതിനും വലിയ പ്രശ്നം ഉണ്ടാക്കും. നമുക്കറിയാം കാതോലികമായ ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, പൊതുവായ ലേഖനങ്ങൾ, അത്രയേ ഉള്ളൂ. യൂണിവേഴ്സൽ എന്ന് നമ്മൾക്ക് വേറെ ഭാഷയിൽ പറയാം. അപ്പം പല ആൾക്കാർക്കും ഇത് അല്ലെങ്കിൽ ഈ ശരിയായ സ്തുതി, ഓർത്തോഡോക്സി, പല ആൾക്കാരും അറിയില്ല. ഓർത്തഡോക്സിലുള്ളവർക്ക് പോലും അറിയില്ല. ഓർത്തോഡോക്സ എന്ന് പറഞ്ഞാൽ എന്താ, ഓർത്തോ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ഓർത്തോ ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലിൻ്റെ ഡോക്ടർമാർ. അതിൽ നിന്നാണ് അതുണ്ടായത്. അതായത് ചൊവ്വയുള്ളത്, നേരായത്, നേരെയുള്ളത്, വളവില്ലാത്തത്, നേരെയുള്ളത്, ചൊവ്വായത്. ഡോക്സ എന്ന് പറഞ്ഞത് ഡോക്സോളജി, സ്തുതി. നമുക്കറിയാം സ്തുതികൾ ബൈബിളിൽ തന്നെ ഒരുപാട് സ്തുതികൾ, ഡോക്സോളജീസ് ഉണ്ട്. അപ്പോസ്തലന്മാരെല്ലാം ഡോക്സോളജീസ് പറയാറുണ്ട്. അതിനെ നമ്മൾ പലപ്പോഴും ആശീർവാദങ്ങളായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ആദിമസഭയുടെ ഏറ്റവും വലിയ ഡോക്സോളജി എന്ന് പറഞ്ഞാൽ പ്രൈസ് ടു ബി ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എവർ ആൻഡ് ഫോർ എവർ. എവർ ആൻഡ് ഫോർ എവർ എന്ന് പറയുമ്പോൾ സഭ പറയുകയാണ് ആമേൻ. അതിനാണ് ആമേൻ പറയുന്നത്. അല്ലെങ്കിൽ കാശ് വരുന്നു, വിടുതൽ കിട്ടാൻ പോകുന്നു എന്ന് പറയുമ്പം ആമേൻ പറയുന്ന ഒന്നുമല്ല ഇവിടെ. ആമേൻ എന്തിനാണ് പറയുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകളും സ്തുതികളും പറയുമ്പോൾ അതിന് പ്രതിവാക്യമായി പറയുന്നതാണ് ആമേൻ. ഇത് ഈ സിനഗോഗിൽ ഉപയോഗിച്ചിരുന്നതാണ്, പ്രതിവാക്യമാണ്. അതിന് സിനഗോഗ് എന്താണെന്നും സിനഗോഗ് വർഷിപ്പ് എന്താണെന്നും നമ്മൾ പഠിക്കേണ്ടതുണ്ട്, സത്യങ്ങൾ അറിയേണ്ടതുണ്ട്. സിനഗോഗിൽ പ്രതിവാക്യങ്ങൾ പറയും. അല്ലെങ്കിൽ ആരാണോ ആരാധന ലീഡ് ചെയ്യുന്നത് ആ വ്യക്തി ദൈവത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ, അല്ലെങ്കിൽ പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ജനം അതിനെ ആമേൻ പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ തെളിവല്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം ആളുകൾക്ക് എന്താകത്തില്ല, മനസ്സിലാകത്തില്ല. മനസ്സിലായെങ്കിലല്ലേ അവർ ആമേൻ പറയൂ എന്ന് പൗലോസ് പറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ എന്ന് പറയുന്നത്. പക്ഷേ പലരും അതിൻ്റെ അടിയിൽ വന്ന് ആമേൻ കമൻറ്റ് ചെയ്യത്തില്ല. കാരണം എന്താ? അവർക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ശരിയായ ഉപദേശമാണ് പറഞ്ഞത്, തൃത്വ ഉപദേശമാണ് പറഞ്ഞത്. ഇനി തൃത്വം എന്ന് പറഞ്ഞാൽ ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്, അവരും വരും അടിയിൽ കമൻ്റ് ഇടും. ഈ കമൻ്റ് ഇട്ടവർക്കെല്ലാം ആൻസർ കൊടുക്കാൻ പറ്റത്തില്ല. അവർ ചിന്തിക്കുന്ന ഈ കമൻ്റ് ഇട്ട് നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റില്ല, ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല, എല്ലാം ഒന്നും അറിയത്തില്ല, നമുക്കെല്ലാം ഒന്നും അറിയത്തില്ല. അറിവുള്ള ഒരുപാട് മനുഷ്യരുണ്ട്, അവരോടൊക്കെ ചോദിച്ചിട്ട് പല കാര്യങ്ങളും നമ്മൾ പറയും. ഒരുപാട് അധ്യാപകർ, ഒരുപാട് ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരുണ്ട്. ദൈവം കനിഞ്ഞ് ദൈവാനുഗ്രഹത്താൽ ദൈവിക അറിവുകൾ കൊടുത്ത ആൾക്കാരുണ്ട്. അവർ ഇന്നും ജീവനോടുള്ളവരുണ്ട്. അവരോടൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പല ആൻസറുകളും പറയുന്നത്. എല്ലാം നമുക്കറിയണമെന്നൊന്നുമില്ല. അപ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു തൃത്വവിശ്വാസിയാണെന്ന് ഉറക്കെ പറയുകയാണ്. സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസമാണ് അതാണ് സ്തുതി ചൊവ്വ. അതാണ് ഓർത്തോഡോക്സ എന്ന് പറഞ്ഞ ഓർത്തോ, ആ വാക്കിൻ്റെ അർത്ഥം ഓർത്തോ പ്ലസ് ഡോക്സ എന്ന് പറഞ്ഞാൽ ഡോക്സോളജി, പ്രൈസ്. അതും ബൈബിളിലുള്ളതാണ്. അത് ബൈബിളില്ലാത്തൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊന്നും അറിയില്ല, ഈ വാക്കുകളുടെ അർത്ഥമൊന്നും അറിയത്തില്ല. ചുമ്മാതെ കുറേ ആളുകൾ അവിടെ ഇവിടെയെല്ലാം നിന്ന് അതും ഇതും പറയും. ഒന്നാമത്തെ കാര്യം, ഈ വാക്കുകളുടെ അർത്ഥം പോലും പലർക്കും അറിയാതെ പല കാര്യങ്ങളെയും വിമർശിക്കുന്ന ആൾക്കാരെ ഫേസ്ബുക്കിൽ കാണാം. അവരെ തിരുത്താൻ ഒരിക്കലും പറ്റുകയില്ല. കാരണം അവർ അൾട്ടിമേറ്റ് ട്രൂത്ത്, ആബ്സല്യൂട്ട് ട്രൂത്ത് ഈസ് യൂണിവേഴ്സൽ, ഒബ്ജക്റ്റീവ്, കോൺസ്റ്റൻറ്റ്. റിലേറ്റീവ് ട്രൂത്തും ഇതുപോലെ തന്നെയാണ്, സബ്ജക്റ്റീവാണ്, കണ്ടീഷണലാണ്, ഇറ്റ് വേരീസ്, വേരിയബിളാണ്. എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്ന് നല്ല മഴയാണ്, അതിൻ്റെ അർത്ഥം നാളെ മഴയുണ്ടെന്നല്ല. അപ്പോൾ പ്ലേറ്റോണിക് ഫിലോസഫിയുടെ വലിയ സ്വാധീനം
ഇതിനകത്തുണ്ടായിട്ടുണ്ട്, ബൈബിളിലുണ്ട്, നമുക്കറിയാം. അത് പഠിക്കുന്നവർക്കറിയാം. നമുക്കറിയാം ലോഗോസ് അതൊക്കെ പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷമൊക്കെ ആ ഒരു ഗ്രീക്ക് ഓഡിയൻസിനെയൊക്കെ കൂടുതൽ സ്വാധീനിക്കാൻ വേണ്ടിയാണ് യോഹന്നാൻ അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ സത്യം എന്ന് പറയുന്നത് ഇതാണ് സത്യ വിശ്വാസം. ആ സത്യത്തിലേക്കുള്ള ആ പിതാവും പുത്രനും യേശു ഏത് സമയവും തൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തി. യോഹന്നാൻ്റെ സുവിശേഷത്തിലൊക്കെ അത് വളരെ കൃത്യമാണ്. 14, 15 അങ്ങനെയുള്ള അധ്യായങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് യേശു ഇങ്ങനെ പിതാവിനെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുകയാണ്. അതിനുശേഷം പറയുന്നത് പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ സത്യത്തിലും എന്ന് പറഞ്ഞാൽ ഏത് സത്യമാണ്? ദൈവത്തെക്കുറിച്ചുള്ള സത്യം. ദൈവത്തെക്കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാടിൽ നിന്ന് വ്യക്തമായ കാഴ്ചപ്പാടിലേക്ക്, വികലമായ കാഴ്ചപ്പാടിൽ നിന്ന്, മങ്ങിയ കാഴ്ചപ്പാടിൽ നിന്ന്. ഇപ്പോൾ ഒരു കുളം കലങ്ങിക്കിടക്കുക, ഒരു ചെറിയ കുളം, നിങ്ങളുടെ 1 രൂപ അല്ലെങ്കിൽ ഒരു നാണയത്തൊട്ട് അതിൻ്റെ അകത്ത് പോയി, അല്ലെങ്കിൽ ഒരു കുളത്തിൻ്റെ അകത്ത് മീനുകളുണ്ട്. അതിനെ നിങ്ങൾക്ക് കാണുന്നില്ല, കാരണം ആ കുളം എല്ലാം കൂടെ കലങ്ങിക്കിടക്കുകയാണ്. എന്നാൽ അത് തെളിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് അടിയിൽ കിടക്കുന്ന വസ്തുക്കളെ കാണാൻ പറ്റും. നിങ്ങളുടെ നാണയമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കുളത്തിൻ്റെ അകത്ത് പോയി നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റും. മീനുകളുണ്ടെങ്കിൽ അതിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആ തെളിച്ചം നഷ്ടപ്പെട്ടു. അതിനുവേണ്ടിയാണ് യേശു ഭൂമിയിൽ കന്യക മറിയാമിലൂടെ, യേശുവിൻ്റെ അമ്മ മറിയത്തിലൂടെ മനുഷ്യവർഗത്തോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് ജഡധാരണം നടത്തി. ഇൻകാർണേഷൻ നടത്തിയത് യേശുവിൻ്റെ അമ്മ മറിയത്തിലൂടെയാണ്. അത്രയും പറഞ്ഞാൽ പോലും ബുദ്ധിമുട്ടുള്ള, ഇറിറ്റേഷനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യരുത്. കാരണം സ്വന്തം അമ്മയോട്, സ്വന്തം മാതാവിനോട് കാണിക്കുന്ന സ്നേഹവും റെസ്പെക്റ്റും പോലും കാണിക്കാതെ പ്രസംഗിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നവർ സ്വന്തം അമ്മയെ തന്നെയാണ് കളിയാക്കുന്നത് എന്ന് കൂടെ ഈ ലൈവിൻ്റെ അവസാന ഭാഗത്ത് വേദനയോടെയും രോഷത്തോടെയും, ദേഷ്യമില്ലാത്തവരൊന്നും അല്ലല്ലോ ഈ അഭിനയിക്കാൻ, എനിക്കറിയില്ല. വിഷമം വന്നാൽ വിഷമം കാണിക്കും, കണ്ണ് നിറഞ്ഞെന്നിരിക്കും. ദേഷ്യം വന്നാൽ ആ രോഷം കാണിക്കും. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ഏതെങ്കിലും വ്യക്തികളോട് വിരോധമോ വെറുപ്പോ ഹൃദയത്തിലുണ്ട് എന്ന് അതിന് ഒരർത്ഥവുമില്ല. ആ ഏത് കാര്യത്തോടാണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഒബ്ജക്റ്റീവ് ട്രൂത്ത്, സബ്ജക്റ്റീവ് ട്രൂത്തിനോട് താല്പര്യമില്ല. സബ്ജക്റ്റീവ് ട്രൂത്ത്, വ്യക്തി കേന്ദ്രീകൃത ഗ്രൂപ്പുകൾ, പാർട്ടികൾ, ഇതിനോടൊന്നും നമുക്ക് താല്പര്യമില്ല. കാരണം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള, അല്ലേ, നമുക്കറിയാം സഭയെന്ന് പറയുന്ന യേശു, അപ്പോസ്തോലന്മാർ, അവരുടെ അപ്പോസ്തോലന്മാർ, ഇങ്ങനെ. അതുകൊണ്ട് നല്ലൊരു ശുഭരാത്രി നേരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ എന്നല്ല ഞാൻ പറഞ്ഞത്, ത്രിയേക ദൈവത്തിൻ്റെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവാണ്. ദുരുപദേശങ്ങളെ മുഴുവനും തവിടുപൊടിയാക്കുന്ന ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഞാൻ യേശുനാമ ദുരുപദേശക്കാരനല്ല, പല ഭാഷകളും പറഞ്ഞ് നടക്കുന്ന യേശുനാമക്കാരനല്ല ഞാൻ. അതിപരിശുദ്ധവും പൗരസ്ത്യവുമായ സത്യമായ വിശ്വാസം, സ്തുതി ചൊവ്വാക്കപ്പെട്ട സ്തുതിയുടെ വാചകങ്ങൾ, വിശ്വാസത്തിൻ്റെ വാചകങ്ങൾ, ശരിയായ വിശ്വാസം, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.